അതുപോലെ തന്നെ ഹദീസുകളിൽ വ്യക്തമായി കാണാം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സദസ്സിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ചുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ കുല്ലു ഷൈഇൻ ഇല്ലാ ബിനഫ്സിഹി. അല്ലാഹു ആണ് സത്യം റസൂലേ, എന്റെ ഈ ശരീരം കഴിഞ്ഞാൽ, എന്റെ ഈ തടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് നബിയെ അങ്ങയോടാണ്. അല്ലാഹുവാണ് സത്യം, ഞാൻ കളവ് പറയല്ല. എനിക്ക് ഏറ്റവും പ്രിയം അങ്ങയോടാണ് എന്റെ ശരീരം കഴിഞ്ഞാൽ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞിട്ടുള്ളത്? ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലദീ ബിനഫ്സി യദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ഉമറേ അവൻ തന്നെയാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക ബിനഫ്സിക്, പോരാ നിന്റെ ശരീരത്തെക്കാൾ ഞാൻ നിനക്ക് ഇഷ്ടമുള്ളവനാകണം, നീ എന്നെ സ്നേഹിക്കണം, അപ്പോഴേ നീ മുഅ്മിനാവുകയുള്ളൂ. ഉടനെ അതാ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തിക്കൊണ്ട് പറയുന്നു, നബിയേ ഈ സെക്കൻഡ് മുതൽ ഇതാ എന്റെ ശരീരത്തെക്കാൾ എനിക്ക് പ്രിയങ്കരം അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ താങ്കളാണ്. ആ സമയത്ത് റസൂൽ പറഞ്ഞു, അൽ ആന യാ ഉമർ, ഉമറേ ഇപ്പോഴാണ് നിന്റെ ഈമാൻ പൂർത്തിയായത്. നോക്കി നിങ്ങള് എത്ര വ്യക്തമായിട്ടാണ് സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. വീണ്ടും ഒരു ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും മത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളുടെ രക്ഷിതാക്കളെക്കാൾ, നിങ്ങളുടെ സന്താനങ്ങളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനാകുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുസ്ലിമാവുകയില്ല. ഇത്ര വ്യക്തമായി അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊള്ളണമെന്ന് പറയുന്ന സലഫികൾക്ക് ഒരിക്കലും തന്നെ തർക്കമില്ല ആ വിഷയത്തിൽ മുഅ്മിനേ. ഇനി മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ അങ്ങനെ തന്നെ പിൻപറ്റി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാളുപരി സ്നേഹിച്ചുകൊണ്ട് അത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുത്ത സ്വഹാബത്ത്, അവരല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാ സ്നേഹിച്ചത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ അവർ സ്നേഹിച്ചു. അത് നമ്മളിങ്ങനെ ഹദീസ് പറയുന്നത് പോലെ പറഞ്ഞു പോവുകയല്ല, അത് അവരെ ജീവിതത്തിൽ നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോഴും അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. നമുക്കറിയാം, ഉഹുദ് രണാങ്കണം എന്ന് പറയുന്ന യുദ്ധഭൂമിയില്, ആ ഉഹുദിന്റെ യുദ്ധ സന്ദർഭത്തില് അല്ലാഹുവിന്റെ റസൂല് നേരെ ശത്രുക്കളത അമ്പെയ്തുകൊണ്ട് രംഗത്ത് വരികയാണ്. മാത്രമല്ല സ്വഹാബികളിൽ പലരും ചിതറി ഓടുകയാണ്. ആളുകളിൽ പ്രചരിപ്പിക്കപ്പെട്ടു, കതുകുത്തിലെ മുഹമ്മദ് വധിക്കപ്പെട്ടു എന്ന് പറയപ്പെട്ടപ്പോ സ്വഹാബികൾ പലരും നിരാശരായി വീര്യം ചോർന്നു പോയി. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ശത്രുക്കൾ റസൂലുള്ളാഹിക്ക് നേരെ അമ്പുകൾ എയ്തു വിടുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ട് കൈത്തണ്ടക്കുള്ളിലാക്കിക്കൊണ്ട് മാറിടത്തിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന അമ്പുകൾ തന്റെ പുറംഭാഗം തിരിച്ചു നിർത്തിക്കൊണ്ട് ഏറ്റുവാങ്ങുകയാണ്. റസൂലിനോട് പറയുന്നു, നബിയേ താങ്കൾ എന്റെ കൈക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകല്ല, കാരണം താങ്കളെങ്ങാനും തെന്നിയാൽ ശത്രുക്കളുടെ അമ്പ് താങ്കളുടെ ശരീരത്തിൽ തറക്കും റസൂലേ. അങ്ങനെ 80ഓളം അമ്പുകൾ സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് മുള്ളൽ പന്നി പോലെ ആ ശരീരമായി മാറിയിരുന്നു എന്ന് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എത്രമാത്രം വലിയ സ്നേഹമാണത്. മാത്രമല്ല, ഹബ്ബാബ് ഇബ്നു ഹർറത്ത് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിട്ട് ക്രൂരമായി കൊണ്ട് ശരീരം ഇങ്ങനെ വേദനിപ്പിക്കുന്ന സന്ദർഭത്തില് ചുട്ടുപൊള്ളുന്ന ഇരുമ്പിന്റെ ലോഹങ്ങൾ അണിഞ്ഞുകൊണ്ട് മാംസം പിച്ചിയെടുക്കുന്ന സമയത്ത് ഹബ്ബാബ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നു ആരെ? ശത്രുക്കള്. ഹബ്ബാബേ, ഈ ഒരു അവസരം, ഈ ഒരു വേദന നിനക്ക് പകരമായി നിന്റെ നേതാവ് മുഹമ്മദാണ് സഹിക്കുന്നതെങ്കിൽ നിനക്ക് സംതൃപ്തി ഉണ്ടാകുമോ? കാരണം അവൻ കാരണമല്ലേ നിനക്ക് ഈ വേദന അനുഭവിക്കേണ്ടി വന്നത്. ആ സമയത്ത് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു പറയുന്നു, എന്ത്? ഇല്ല,
അള്ളാന്റെ റസൂലിന് ഈ വേദനയ്ക്ക് പകരമായി, നിങ്ങൾ എന്നെ വേദനിക്കുന്നതിന് പകരമായി റസൂലുള്ളാഹിയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച സ്വഹാബത്തിന്റെ ഈമാൻ എത്രയാണ്! അങ്ങനെ കൃത്യമായി അത് ഉൾക്കൊള്ളുന്ന, അത് പ്രബോധനം ചെയ്യുന്ന നമുക്ക് റസൂലുള്ളാഹിയെ സ്നേഹിക്കണോ വേണ്ടേ എന്ന കാര്യത്തില് തർക്കമില്ല വിശ്വാസികളെ. പക്ഷേ തർക്കത്തിന്റെ മർമ്മം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എങ്ങനെ സ്നേഹിക്കണം എന്നതിൽ വ്യത്യാസമുണ്ട്, അഭിപ്രായ ഭിന്നതയുണ്ട്, തർക്കം നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അഥവാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില് റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന് ഇവിടെ ഒരു വിഭാഗം വാദിക്കുമ്പോ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ മാസത്തില് പ്രത്യേകമായി ഇന്ന് ജന്മദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിച്ച് കാണിച്ചു തന്നിട്ടില്ല. സ്വഹാബത്ത് അങ്ങനെ ഒരു ആചാരം റസൂലിൽ നിന്ന് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വീകാര്യോഗ്യമായ ഇമ്മത്ത് നമ്മെ അങ്ങനെ ഒരു സമ്പ്രദായം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വശറൽ ഉമൂരി മുഹദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്തയായ കാര്യം ഏതാണ്? അത് ഒരു മാതൃകയുമില്ലാതെ ദീനിലേക്ക് മുളച്ചു വരുന്ന കാര്യങ്ങളാണ്, ദീനിൽ നിർമ്മിക്കപ്പെടുന്ന പുതിയ കാര്യങ്ങളാണ് കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്ത. കാരണം സ്വർഗം കിട്ടാൻ എന്ത് വേണം, നരകത്തിൽ നിന്ന് അകലാൻ എന്ത് വേണം, എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. എന്നിട്ട് അതിൽ പെടാത്ത ഒരു കാര്യം പിൽക്കാലത്ത് ഒരാൾ കൊണ്ടുവന്നാൽ അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ റസൂലുള്ള അങ്ങനെയുള്ള കാര്യത്തെ പറ്റി പറഞ്ഞതുണ്ട്, വകുല്ല മുഹദസത്തിൻ ബിദ്അ, അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന പുത്തൻ കാര്യങ്ങളാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്തല്ല, റസൂലുള്ളാഹിന്റെ ചര്യ എന്നല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ പെടാത്ത പുതിയ ആചാരം എന്നാണ്. അങ്ങനെ പുത്തൻ ആചാരം, പുത്തൻ നടപടി, ആ ബിദ്അത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പര്യവസാനം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്ത്, എല്ലാ പുത്തനാചാരങ്ങളും ളലാലത്തിലാണ്, വഴികേടിലാണ്. വഴികേട് ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലാണ്. അല്ലോ, എല്ലാ പുത്തനാചാരങ്ങളും വഴികേടിലാണ്, വഴികേട് ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലാണ്. അവ ബിദ്അത്ത് ചെയ്താൽ എന്താ ലഭിക്കുക? സ്വർഗമല്ല, മറിച്ച് നരകമാണ് ലഭിക്കുക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് ഇഹലോകവാസം വെടിയുന്നതിന് മുമ്പ് നമുക്ക് നൽകിയ ഒരു ഉപദേശം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്നത് കാണാം. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നോക്കൂ, നിങ്ങൾ ഒരാൾ ഒരു അമല് ചെയ്യുകയാണ്, ഒരു പുതിയ കാര്യം ദീനിൽ കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പന അതിന്മേലില്ലെങ്കിൽ, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ, പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഫഹുവ റദ്ദുൻ, നിങ്ങളത് തള്ളിക്കളയണമെന്നാണ്, പുറങ്കാല് കൊണ്ട് അടിച്ചു മാറ്റണമെന്നാ പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും സ്വീകരിക്കാൻ പാടില്ല. കാരണം അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബിദ്അത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ളലാലത്തിലൂടെ നരകത്തിലെത്തുന്ന മാർഗമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ കാണാം, പരലോകത്തെ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയം അത് തടഞ്ഞു വെക്കപ്പെടുന്നത് ബിദ്അത്തുകാർക്കാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഹദീസ് കേൾപ്പിക്കാം, ആ സന്ദർഭം വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയുമോ സഹോദരങ്ങളെ? 40-ാമത്തെ വയസ്സ് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ ലഭിക്കാൻ ആരംഭിച്ചു. അവിടെ നിന്ന് വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാണ്. 23 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട മുഅ്മിനുകളെ പ്രവാചകനായി ജീവിച്ചിട്ടുണ്ട്, ആർക്കും തർക്കമില്ല. ഈ ജീവിതം യഥാർത്ഥത്തിൽ ഒരു തുറന്ന പുസ്തകം പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീനായി പഠിപ്പിച്ചെന്ന ഓരോ കാര്യങ്ങളും അത് സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം, എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ നിങ്ങൾ ഹലാലായി സമ്പാദിക്കണം, എങ്ങനെ കച്ചവടം ചെയ്യണം തുടങ്ങി ജീവിതത്തിന്റെ ആപാദ ചൂടം മേഖലയിലും എന്തൊക്കെ നിങ്ങൾ വിശ്വസിക്കണം, കർമ്മങ്ങൾ ചെയ്യണമെന്നും ഓരോ കർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്, ശ്രേഷ്ഠത എന്താണ്, അതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാം. അല്ലേ?
ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 22 വർഷക്കാലമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് റബീഉൽ അവ്വൽ മാസം കടന്നുപോയിട്ടുണ്ടാവില്ലേ? 23 വർഷക്കാലത്തിൽ ഒരു കൊല്ലം വിട്ടാലും 22 കൊല്ലമെങ്കിൽ റബീഉൽ അവ്വൽ മാസം കടന്നുപോയിട്ടില്ലേ? ഒരൊറ്റ കൊല്ലവും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ വിളിച്ചുകൊണ്ട്, സ്വഹാബത്തെ, ഇന്ന് റബീഉൽ അവ്വൽ മാസമല്ലേ, എന്റെ പേരിൽ നിങ്ങൾ റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നില്ലേ, ജന്മദിനം നിങ്ങൾ ആഘോഷിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞ ഒരു സംഭവമുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. അതിന് ഏറ്റവും പ്രകടമായ തെളിവാണ് എന്തെന്നറിയോ? ഇമാം ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും ഇബ്നു മാജയും തിർമിദിയും നസായിയുമാകുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ? ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങളില് ഓരോ അധ്യായവും നിങ്ങൾ പരിശോധിച്ചോ? ബാബു ഫദ്ലുസ് സ്വലാത്ത്, ഒരു അധ്യായം എന്താ? നമസ്കാരത്തിന്റെ പുണ്യം പറയുന്ന അധ്യായം. ഫർള് നമസ്കരിച്ചാൽ എത്ര പ്രതിഫലം, ഫർള് ഉപേക്ഷിച്ചാൽ അതിന്റെ കുറ്റം എന്താ, സുന്നത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്താ, ഇങ്ങനെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫദ്ലുകൾ പറയുന്ന അധ്യായം. പിന്നെ മറിച്ചാ കാണാം ബാബു ഫദ്ലു സിയാം, നോമ്പിനെ പറ്റി പറയുന്ന അധ്യായം. ഇങ്ങനെ ഇസ്ലാമിലുള്ള പുണ്യകർമ്മങ്ങൾ ഓരോന്നും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അധ്യായമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവര് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ എന്ന 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമാണ് ജന്മദിനം ആഘോഷിക്കലെന്നാണ്. 2 പെരുന്നാൾ ആഘോഷത്തെക്കാൾ പുണ്യമാണ് ജന്മദിനമാഘോഷമെന്നാണ്. ഇത്ര വലിയ കാര്യമാണെങ്കിൽ ചോദിക്കട്ടെ, ഹദീസിന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തില് ബാബു ഫദ്ലു റബീഉൽ അവ്വലിന്റെ പുണ്യം പറയുന്ന അധ്യായം എന്ന ഒരു അധ്യായം കാണിക്കാൻ സാധ്യമാണോ? ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. ഇത്ര വലിയൊരു പുണ്യകർമ്മം എന്തേ പ്രിയപ്പെട്ടവരെ റസൂലിന്റെ നാവിലൂടെ പറയാതെ പോയത്? എന്തേ അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ചേർക്കപ്പെടാതെ പോയത്? നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഇനി മാത്രമല്ല, 9-ാം അധ്യായം സൂറത്ത് തൗബ 36-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാമെന്ത് അല്ലാഹ് പറയുന്നു: ഇന്ന ഇദ്ദത ശുഊരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖൽഖിസ് സമാവാതി വൽ അർള് മിൻഹാ 4 ഹുറൂം. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ മാസങ്ങളുടെ എണ്ണം അല്ലാഹുവിന്റെ അരികിൽ 12 എണ്ണമാണ്. എത്ര? 12 മാസമാണ്. ആ 12 മാസത്തിൽ 4 മാസം പ്രത്യേകം പവിത്രമാണ്. 4 മാസത്തെ ഖുർആൻ പ്രത്യേകം പവിത്രമായി ആദരിച്ചു. ഈ 4 മാസം ഏതാണ്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 4662-ാം നമ്പർ ഹദീസിൽ അബൂബർക്കത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ദുൽഹജ്ജ് മാസമാണ് അതിൽ 1, അതുപോലെ ദുൽഖഅദാണ് 2, മുഹറമാണ് 3, റജബാണ് 4. റബീഉൽ അവ്വൽ മാസം കാണുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റബീഉൽ അവ്വൽ മാസം റസൂൽ എണ്ണിയില്ല, അല്ലാഹു തആല എണ്ണി പഠിപ്പിച്ചില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ അത് ഇത്ര വലിയ പുണ്യം നിറഞ്ഞ ഒരു മാസമാണെങ്കിൽ അല്ലാഹു തആല അത് പഠിപ്പിക്കൂലേ? ശഹ്റു റമളാനല്ലദീ ഉൻസില വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഈ റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചെന്നിട്ടുള്ളത്. ആ മാസത്തിന്റെ പുണ്യം പറഞ്ഞു. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹു, ആ മാസത്തിൽ സന്നിഹിതരായവരെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. റബീഉൽ അവ്വൽ മാസത്തെ പറ്റി അങ്ങനെ പറഞ്ഞോ? ഈ മാസം ജന്മദിനമാഘോഷത്തിന്റെ മാസമാണ്. ഇത് വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ്. നിങ്ങളത് അനുഷ്ഠിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞാൽ മുൻപന്തിയിൽ സലഫി പ്രവർത്തകരായിരിക്കും പോസ്റ്റർ ഒട്ടിക്കാനും ഇഷ്കേ റസൂലിന്റെ ഭാഗമായി മൗലിദ് പാരായണ സദസ്സ് സംഘടിപ്പിക്കാനും അതുപോലെ റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രകടനങ്ങൾ ഉണ്ടാക്കാനും ഉണ്ടാകും. സംശയമൊന്നുമില്ല. പക്ഷേ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ല, ഖുർആനിലില്ല. 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തില് 22 കൊല്ലം കടന്നുപോയിട്ട് ഒരൊറ്റ കൊല്ലമെങ്കിലും മുമ്പ് കഴിഞ്ഞു പോയൊരു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ച റസൂലുള്ളാഹ് നമുക്കൊരു ചര്യ കാണിച്ചു തന്നോ? ഇല്ല. സ്വന്തം ജന്മദിനം റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷിച്ചോ? ഇല്ല. ഇനി സഹോദരങ്ങളെ ചിന്തിക്ക്, അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ അത് റസൂലുള്ളാഹ് പഠിപ്പിക്കണ്ടേ? അല്ലാഹു തആല പഠിപ്പിക്കണ്ടേ? പഠിപ്പിച്ചിട്ടില്ല. ഇനി സ്വന്തം നേതാവിന്റെ ജന്മദിനം ഒരു നേതാവ് തന്നെ ആഘോഷിക്കുമോ? അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ശൈലി ഉണ്ടാവില്ലല്ലോ. അതൊക്കെ നേതാവിന്റെ അനുയായികൾ ചെയ്യലല്ലേ? അതല്ലേ ഗുരുനാനാക്ക് ജയന്തി അല്ലേ? അതുപോലെ തന്നെ ഗാന്ധി ജയന്തി, അതുപോലെ തന്നെ പിന്നെ ശ്രീകൃഷ്ണ ജയന്തി, ഇതൊക്കെ അവരുടെ അണികളല്ലേ ചെയ്യുന്നത്? ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാര് ചെയ്താലും പോലെ മതി. അല്ലാഹുവിന്റെ റസൂലിന്റെ
ആ ചര്യ ഫോളോ ചെയ്ത സ്വഹാബത്ത് ചെയ്താലും നമുക്ക് തെളിവാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, വസഫ്തരികു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിളരുന്നതാണ്. വകുല്ലുഹും ബിന്നാരി ഇല്ലാ മില്ലത്തൻ വാഹിദ, 72 നരകത്തിന്റെ റൂട്ടിലേക്ക് പോകുന്ന കക്ഷികളാണ്, ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിലെത്തുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയേ? ഉടനെ റസൂൽ പറയുന്നു, മാ അന അലൈഹി യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഇന്നേ ദിവസം ഏതൊരു നിലപാടിൽ ജീവിച്ചുവോ ആ നിലപാട് കൊണ്ടുപോകുന്നവരാണ് സ്വർഗത്തിലെത്തുന്നവര്. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ അതേ നിലപാടിൽ ജീവിച്ചവരാണ് സ്വഹാബത്ത്. അവരുടെ കാലഘട്ടത്തിലുണ്ടോ പ്രിയപ്പെട്ട മുഅ്മിനുകളെ? ചിന്തിക്ക് നിങ്ങള്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ റസൂലുള്ളാഹിന്റെ സ്വഹാബി, അള്ളാന്റെ ഹബീബിന്റെ അമ്മോശനാണ്. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന് സന്തത സഹചാരിയായി റസൂലിന്റെ കൂടെ ജീവിച്ചവനാണ്. ഔലിയാക്കന്മാരിൽ 1-ാം സ്ഥാനമുള്ളവനാണ്. അശ്റത്തുൽ മുബശ്ശിരീൻ എന്ന സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടവരിൽ 1-ാമനാണ്. ഇങ്ങനെയുള്ള ശ്രേഷ്ഠതയുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2.5 കൊല്ലം ഖലീഫയായിട്ടുണ്ട്. ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭരണത്തിൽ 2.5 കൊല്ലം ഖലീഫയായിട്ടുണ്ട്. ഈ 2.5 കൊല്ലത്തിൽ 2 കൊല്ലമെങ്കിലും റബീഉൽ അവ്വൽ കടന്നുപോയില്ലേ? ഒരൊറ്റ കൊല്ലമെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചോ പ്രിയപ്പെട്ട മുഅ്മിനുകളെ? ഇല്ല, എവിടെയും നമുക്കത് കാണാൻ കഴിയുന്നില്ല. സമസ്തയിലെ പാഠപുസ്തകത്തിൽ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ജന്മദിനം ആഘോഷിച്ചു എന്ന് പറയുന്നതുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ അത് തെളിവല്ലേ, രേഖയല്ലേ? ഇല്ല. ഇനി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന റസൂലുള്ളാഹിയുടെ 2-ാമത്തെ അമ്മോശൻ, ഇസ്ലാമിന്റെ രാജപാതയിൽ വമ്പിച്ച സേവനമനുഷ്ഠിച്ച ഖലീഫ, സഹോദരങ്ങളെ 10.5 കൊല്ലമാണ് ഭരണം നടത്തിയിട്ടുള്ളത്. ഈ 10.5 കൊല്ലത്തിൽ 10 വർഷം റബീഉൽ അവ്വൽ കടന്നുപോയില്ലേ? ഒറ്റ കൊല്ലമെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ, ആ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ഉമർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ജന്മദിനം ആഘോഷിച്ചോ മുഅ്മിനുകളെ? എവിടെയെങ്കിലും അത് ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലുണ്ടോ? ഇല്ല. ഇനി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ദിന്നൂറൈൻ എന്ന് പറയുന്ന സ്ഥാനപ്പേര് കിട്ടിയ വ്യക്തിത്വമല്ലേ? കാരണം ഉമ്മു കുൽസൂം, റുഖിയ എന്ന 2 പെൺമക്കളെ ഒരാളുടെ മരണത്തിന് ശേഷം മാറി മാറി വിവാഹം കഴിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടുള്ള മഹൽ വ്യക്തിത്വമാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എനിക്കൊരു മകളുണ്ടെങ്കിൽ ഇനിയും ഞാൻ അവളെ പിന്നെ ഉസ്മാനെ കൊണ്ട് തന്നെ കെട്ടിക്കുമെന്ന് റസൂലുള്ള അത്രയും പറഞ്ഞു പോയിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ പോലും ആദരിക്കുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് റസൂലിനോട് സ്നേഹമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലെന്നാണോ പറയുന്നത്? ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ പ്രിയപ്പെട്ടവരെ. എങ്കിൽ ചോദിക്കട്ടെ, 13.5 വർഷക്കാലമല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം നടത്തിയത്? ഇതിൽ 13 കൊല്ലമെങ്കിലും ചുരുങ്ങിയത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയില്ലേ? ഒരൊറ്റ കൊല്ലമെങ്കിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടിയോ? ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4-ാമത്തെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണം എന്നറിയപ്പെടുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്, 5 കൊല്ലമാണ് ഖലീഫയായി ഭരണം നടത്തിയത്. അതിൽ 4 കൊല്ലമെങ്കിലും റബീഉൽ അവ്വൽ മാസം കടന്നുപോയില്ലേ? ഒരൊറ്റ കൊല്ലമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില് റബീഉൽ അവ്വൽ മാസം കൊണ്ടാടിയിട്ടുണ്ടോ? ചിന്തിക്ക് നിങ്ങള്, ആലോചിക്ക് നിങ്ങള്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, അതിൽ പ്രഗൽഭനായ ആയിഷ റളിയല്ലാഹു അൻഹാ 48 കൊല്ലമാണ് റസൂലിന്റെ വഫാത്തിന് ശേഷം ജീവിച്ചത്. 48 കൊല്ലത്തിൽ 47 കൊല്ലം റബീഉൽ അവ്വൽ കടന്നുപോയില്ലേ? എന്നിട്ട് എന്തേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായ ശരീരം പങ്കിട്ട അനവധി പ്രത്യേകതകളുള്ള ആയിഷ റളിയല്ലാഹു അൻഹാ ജന്മദിനം കൊണ്ടാടാത്തത്? അപ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ നന്മയുണ്ടെന്നും മാതൃകയുണ്ടെന്നും പറഞ്ഞ അള്ളാഹു തൃപ്തിപ്പെട്ട സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമില്ല, ഇങ്ങനെ ഒരു ആചാരമില്ല, സമ്പ്രദായമില്ല. ഇനി അവരെ കണ്ട് ദീൻ പഠിച്ച താബിഈകളിലുണ്ടോ? ഇല്ല. ഹിജ്റ 110 അവസാനത്തെ സ്വഹാബി മരിക്കുന്നത്, അന്നുണ്ടോ? ഇല്ല. താബികളുണ്ടോ? കാണാൻ കഴിയുന്നില്ല. കാരണം എന്താ? നമ്മുടെ ഉസ്താദന്മാര് തന്നെ
മുസ്ലിയാക്കന്മാർ തന്നെ പള്ളി ദർസിലൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന സയ്യിദ് ബക്കരിയുടെ ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സയ്യിദ് ബക്കരി പറയുന്ന ഒരു വാചകമുണ്ടെന്നാണ്. ഖാല സഖാവി പറയുന്നു, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദിൽ ഖുറൂനി സലാസ് വ അവ്വല മൻ ഹദസഹു മിനൽ മുലൂകിൽ മലിക്കുൽ മുദഫർ അബൂ സാഹിബ് ഹിർബ്. ഈ മൗലിദ് എന്ന് പറയുന്ന സമ്പ്രദായം, ഈ മൗലിദ് എന്ന് പറയുന്ന സമ്പ്രദായം, മൗലിദ് ആഘോഷം, റബീഉൽ അവ്വൽ ആഘോഷം, ജന്മദിനാഘോഷം എന്ന് പറയുന്ന സമ്പ്രദായം ദീനിലേക്ക് ഒരു മാതൃകയും ഇല്ലാതെ കടന്നു വന്നതാണ്. ഹദസ എന്ന് പറഞ്ഞാൽ രാജകീയമായ രൂപത്തിൽ അന്നുണ്ടായിരുന്നില്ല, മറിച്ച് സ്വഹാബത്തൊക്കെ സാധാരണഗതിയിൽ ചെയ്തിരുന്നു. രാജകീയമായ മൗലിദ് അത് മുദഫർ രാജാവിന്റെ കാലത്താ വന്നത് എന്ന് പറയാൻ നിൽക്കണ്ട. ഹദസ എന്ന് പറയുന്ന പദം പണ്ഡിതന്മാർ അടിവരയിട്ടു. ഒരു മാതൃകയുമില്ല, രാജകീയമായിട്ടുമില്ല, അല്ലാത്ത രൂപത്തിലുമില്ല റബീഉൽ അവ്വൽ മാസത്തിൽ ജന്മദിനാഘോഷം കൊണ്ടാടുക എന്നതിൽ. അത് ഉത്തമരായ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം, 3 തലമുറക്ക് ശേഷം ദീനിൽ കൊണ്ടുവന്ന ഒരു ആചാരമാണ്. അപ്പൊ അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹുവിന്റെ തൃപ്തി നേടിയ, സ്വർഗത്തിൽ പോകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ ഉത്തമരായ ആളുകളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു സ്നേഹപ്രകടനം സഹോദരിമാരെ, സഹോദരന്മാരെ നമുക്ക് വേണോ? അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന പരിപാടികളിൽ അംഗങ്ങളാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യമല്ല. അള്ളാന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഈ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണേ, അവന്റെ റസൂൽ അനുസരിക്കണേ, ആ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. എങ്ങനെയാണ് കർമ്മങ്ങൾ ബാത്തിലാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ സൽക്രമങ്ങൾ ബാത്തിലാകുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത, അഡ്രസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വേണ്ടപ്പെട്ട ഭർത്താവിനോ സുഹൃത്തിനോ അല്ലെങ്കിൽ ഒരു വളരെ അത്യാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നേടാൻ വേണ്ടിയുള്ള ഒരു അർജന്റായ ഒരു കത്ത് വേണ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ അയക്കുക എന്ന് വിചാരിച്ചോളി. ആ കത്ത് അയക്കുമ്പോൾ നമ്മള് കത്തൊക്കെ എഴുതി അത് ലെറ്റർ ബോക്സിലിട്ട് പിന്നെ നമ്മള് പശ തേച്ച് ഒട്ടിച്ച് സ്റ്റാമ്പ് ചെയ്ത് നമ്മുടെ ഫ്രം അഡ്രസ് എഴുതി. പക്ഷെ ആർക്കാണ് അയക്കേണ്ടത് അയാൾ അഡ്രസ് എഴുതിയില്ല, ടു അഡ്രസ് എഴുതിയില്ല. എന്നിട്ട് നേരെ കൊണ്ടുപോയി പോസ്റ്റ് ബോക്സിൽ ഇട്ടാലോ കത്ത് 3 ദിവസം അവിടെ കിടക്കും. 4-ാം ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരും. 4-ാം ദിവസം വീട്ടിലേക്ക് വരും. പോസ്റ്റ്മാനോട് നമ്മൾ ചൂടായിട്ട് കാര്യമുണ്ടോ? ഞാൻ കത്ത് അയച്ചതല്ലേ, പോസ്റ്റർ പിന്നെ ഒട്ടിച്ചതല്ലേ, സ്റ്റാമ്പ് ചെയ്തതല്ലേ, എന്റെ അഡ്രസ്സും ഞാൻ എഴുതിയിട്ടില്ലേ, പിന്നെന്താ അങ്ങോട്ട് കൊണ്ടുവരുന്നത്? അയാൾ പറയും സംഗതി ഒക്കെ ഉണ്ട്, പക്ഷേ അത് ആർക്കാ എത്തേണ്ടത്? അയാളുടെ അഡ്രസ് ഇതിലില്ല, അതുകൊണ്ടാ പ്രശ്നം. എന്നതുപോലെ നമ്മൾ ദിക്റുണ്ട്, ദുആണ്ട്, സ്വലാത്തുണ്ട്, മദ്ഹല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിലില്ലാത്ത പിൽക്കാലത്ത് ജനങ്ങൾ ഇതിന്റെ ഒക്കെ മറവിൽ ചെയ്തു കൂട്ടുന്ന അനാചാരങ്ങളിൽ നമ്മൾ കണ്ണികളായി പരലോകത്തെത്തിയാലോ? അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, വാദിച്ചിട്ട് കാര്യമില്ല. കാരണം അള്ളാഹു കബൂലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിലൂടെ അള്ളാഹു തആല നൽകിയ സഹോദരങ്ങളെ കൃത്യമായ തെളിവുകളുള്ള കാര്യങ്ങളെ ചെയ്യാവൂ. പിൽക്കാലത്ത് നല്ലതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മദ്ഹബിന്റെ പണ്ഡിതൻ, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ മദ്ഹബി പണ്ഡിതൻ, ആ പണ്ഡിതൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താ? മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്ആ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ഇസ്ലാമിലേക്ക് ഒരാള് ഒരു ബിദ്അത്ത് കൊണ്ടുവന്നിട്ട് ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത് ഒരാൾ തിരികെ കയറ്റിയാൽ, ഉദാഹരണമായി റബീഉൽ അവ്വൽ ആഘോഷം തന്നെ 2 പെരുന്നാളിനേക്കാൾ പുണ്യമാണ്, ലൈലത്തുൽ ഖദർ എന്ന രാവിനേക്കാൾ ശ്രേഷ്ഠകരമാണ്, ഇത് ചെയ്യാത്തവർ മുസ്ലിങ്ങളല്ല, ഇസ്ലാം എന്ന് പുറത്താണ്, ഇബ്ലീസിന്റെ അനുയായികളാണ്, ഇത് വലിയ ശ്രേഷ്ഠകരമായ കാര്യമാണ് എന്നൊക്കെ പ്രതിഫലം പറഞ്ഞ് പ്രത്യേകമായ ഒരു ആചാരമുണ്ടാക്കി ഒരാൾ കൊണ്ടുവന്നാൽ ആരാ പറയുന്നത്? ഇവിടെ കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവല്ല, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഉദ്ധരണിയല്ല, ഇവിടുത്തെ ഇസ്ലാഹ് മാസിക എന്ന സലഫി പ്രബോധന പ്രസ്ഥാനത്തിന്റെ അക്ഷര ശബ്ദത്തിലല്ല, മറിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതൻ പറയാണ്. അങ്ങനെ ഒരാൾ ഒരു പുത്തനാചാരം കൊണ്ടുവന്നിട്ട് ഇത് വളരെ പുണ്യമുള്ളതാണെന്ന് അയാൾ വാദിച്ചാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, റസൂലുള്ള നമുക്ക് എത്തിച്ചെന്ന ആ ദീനിൽ അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചന കാണിച്ചു എന്നാണ് ഇവൻ വാദിക്കുന്നത്. എന്ത്?
തട്ടിപ്പ് നടത്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് വാദിക്കുന്നത്. കാരണം എന്താ? ഒന്നുകിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു പുതിയ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുണ്യകർമ്മം എന്തായി അറിയാതെ പോയി മനസ്സിലായില്ല എന്ന് പറയണം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു ആചാരം മനസ്സിലായി, പക്ഷെ എന്നിട്ടും അള്ളാഹുവിന്റെ റസൂല് ബോധപൂർവം മനഃപൂർവ്വം മൂടി വെച്ചു എന്ന് പറയണം. ഇത് രണ്ടും നബിയെ പറ്റി പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ഇമാം മാലിക് തങ്ങളതാ തൊട്ടു താഴെ ഖുർആന്റെ ആയത്താ കൊടുക്കുന്നത്. കമാ ഖാല അല്ലാഹു തആല, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ അഥവാ മതം ഞാൻ ഇവിടെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു തആല റസൂലിലൂടെ സർട്ടിഫിക്കറ്റ് ചെയ്തതാണ്. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാചകം മുഅ്മിനുകളെ ശ്രദ്ധിച്ചോ. അതുകൊണ്ട് ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനു അൽയൗമ ദീനാ, അതുകൊണ്ട് അന്ന് മതമായിട്ടുള്ളത് ഇന്നും മതമാകാവൂ, അന്ന് മതത്തിലുള്ളത് എന്തോ അതേ ഇന്നും ദീനാവുകയുള്ളൂ. അപ്പൊ അന്ന് മതത്തിലതുണ്ടോ? ഇല്ല. പള്ളി ദർസിലൂന്ന കിതാബിൽ പോലും പറഞ്ഞു ഉത്തമരായ 3 നൂറ്റാണ്ടിന് ശേഷം ദീനിൽ വന്നതാണ്. ഇനി ആരാണിത് കൊണ്ടുവന്നത്? അത് പരിശോധിച്ചാൽ മതി. മാലിക് ദീനാറും അനുചരന്മാരുമാണ് കേരളത്തിലേക്ക് വന്നത്. സ്വഹാബത്ത് മുതലേ ഇവിടെ കേരളത്തിൽ ഇസ്ലാം ഉണ്ട് എന്ന് പറയുന്നു. ശരി, അവരാണോ ഇത് ആദ്യം കൊണ്ടുവന്നത്? അല്ലെങ്കിൽ ഇമാമനെ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആണോ? ഷാഫി ഇമാമിന്റെ കിതാബിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. മറിച്ച് ആരാ കൊണ്ടുവന്നത്? ഇതേ ഉദ്ധരണിയുടെ താഴെ കാണാം, മൻ അഹദസഹു മിനൽ മുലൂക്കിൽ മലിക്കുൽ മുദഫർ അബൂ സാഹിബ് ഹിർബൽ. ഹിർബൽ എന്ന് പറയുന്ന രാഷ്ട്രം ഭരിച്ചിരുന്ന മുദഫർ എന്ന രാജാവിന്റെ കാലത്താണ് ഇതിന്റെ തുടക്കം. ആരാണ് ഈ രാഷ്ട്രം ഭരിച്ചിരുന്ന മുദഫർ രാജാവ്? ഷിയാക്കളുടെ ചക്രവർത്തി, ഷിയാക്കളുടെ രാജാവ്. ഷിയാക്കൾ ആരാ? മുഅ്മിനുകളെ, പ്രിയപ്പെട്ടവരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പറയുന്നു അവർ ഇസ്ലാമിന്റെ പുറത്താണ്, അവർ മുസ്ലിങ്ങളെ അല്ല. അപ്പൊ ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ഷിയാക്കളെ പിൻപറ്റൽ നമ്മുടെ ബാധ്യതയാണോ? അല്ല. കാരണം അവരാണിത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് റബീഉൽ അവ്വൽ മാസം തെരഞ്ഞെടുത്ത് ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരുപാട് സൂഫിയാക്കന്മാരെ, വര്യന്മാരെ, ആരിഫീങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മൗലിദുകൾ ചൊല്ലി. ഉള്ളതും ഇല്ലാത്തതുമായ ശിർക്കിന്റെ കുഫറിന്റെ വരികളും ഒരുപാട് മദ്ഹുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥാപ്രസംഗം തന്നെ നടത്തി. അതാണ് സത്യത്തിൽ ഇതിനുള്ള തെളിവ്. ഇനി ഇത് മനസ്സിലാകാത്തവർക്ക് ഞാൻ പച്ച മലയാളത്തിൽ ഒരു പാട്ടിലൂടെ ഇത് അവതരിപ്പിച്ചു തരാം. ഏതാ പാട്ട്? ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാഇലായിരുന്ന തലബ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ, അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്, അൽ മവാഹിബുൽ ജലിയ എന്നാണ്. ആ ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നു ഇതേ കാര്യം. എന്ത്? ഇതേ കാര്യം പറയുന്നു. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാം, ഹിറബുൽ ഭരിച്ചവനാണ് വൽധർമ്മിഷ്ഠനാം, മൗലീദ് കഴിക്കുന്നന്ന് ആടയ്യായിരോ, പൊരിക്കുന്നതാണ് കോഴിയും 10,000. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്. നോക്കൂ നിങ്ങൾ, ഒരുപാട് ഉലമാക്കൾ എന്ന് പറയപ്പെടുന്ന ഈ ഷിയാക്കളുടെ പണ്ഡിതന്മാര് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസവും ആചാരങ്ങളും ഇല്ലാത്ത ഇസ്ലാമിനകത്തേക്ക് അന്ധവിശ്വാസം കൊണ്ടുവന്ന ആളുകൾ അള്ളാന്റെ റസൂലിന്റെ പേരില് ഒരുപാട് പണം ചെലവഴിച്ച് നടത്തിയിരുന്ന ആചാരമാണിത്. ഇത് വ്യക്തമായി സീറത്തുൽ ഹൽവിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഖാവി പറയുന്നു എന്നാണ് തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ പറയുന്നത്. അപ്പൊ ഈ മലിക്കുൽ മുദഫർ എന്ന ആളുടെ കാലഘട്ടത്തിൽ 5000 കോഴി 10,000 ഒക്കെ പൊരിച്ച് ജന്മദിനാഘോഷം ഗംഭീരമാക്കിയിരുന്നു. അതുകൊണ്ട് നമ്മളും റബീഉൽ അവ്വൽ കൊണ്ടാടണമെന്ന ന്യായം പറഞ്ഞ ഇതേ തലവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. എന്ത്? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് ഹലവി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം അത് റസൂലല്ലാതെ സ്വഹാബത്തോ താബീങ്ങളോ താബീങ്ങളോ ചെയ്തതല്ല. അതുകൊണ്ട് ഈമാനുള്ളവരെ ചിന്തിക്ക്. പരലോകത്ത് നമ്മൾ ഖബറിൽ ഒറ്റക്കാണ്, മഹ്ശറിൽ ഒറ്റക്കാണ്, നമ്മെ ആരും സഹായിക്കാനുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ വാശിയും വക്കാളങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഹക്കുണ്ടോ ഇല്ലേ എന്ന് ആലോചിക്ക്. നമ്മൾ ചിന്തിക്കണം. ഇനി മദ്ഹബിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് ഇമാം ഫാഖിഹാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതനായ ഇമാം ഫാഖിഹാനോട് അദ്ദേഹത്തിന്റെ നാട്ടുകാർ വന്നുകൊണ്ടൊരു ഫത്വ ചോദിക്കുന്നു. എന്താ ഫത്വ?
ഞങ്ങളുടെ നാടുകളിൽ റബീഉൽ അവ്വൽ സമാഗതമാകുമ്പോൾ ഒരു വിഭാഗം ഇത് പുണ്യമുള്ളതാണെന്ന് പറയുന്നു, വേറൊരു വിഭാഗം ഇത് ബിദ്അത്താണ്, അനാചാരമാണെന്ന് പറയുന്നു. എന്താണ് നിങ്ങളുടെ ഈ വിഷയത്തിലെ നിലപാട്? മഹാനായ ഇമാം ഫാഖിയാനി പറയുന്നു, അൽ ഹാവിയിൽ ഫത്താവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി അതാ കൊടുക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ലാ അലമു ലിഹാദൽ മൗലിദ് അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന വലാ യുൻഖൽ അമലുഹു അൻ അഹദ് മിനൽ ഉലമാഇൽ ഉമ്മ الذين هم القدوة الدين المتمسكين بآثار المتقدمين. ഇമാം ഫാഖിയാനി ജനങ്ങൾക്ക് ഫത്വ കൊടുക്കുന്നു, ഖുർആനിലോ സ്വഹീഹായ ഹദീസുകളിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില് ഇങ്ങനെ ഒരു ജന്മദിനം ആഘോഷിക്കാൻ, മൗലിദ് കൊണ്ടാടാൻ ഞാൻ തെളിവ് കണ്ടിട്ടില്ല, അങ്ങനെ ഉള്ളതായി ഞാൻ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ കേട്ട് പഠിച്ച, അവരെ കണ്ട് ദീൻ പഠിച്ച ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല തലമുറയെന്ന് റസൂൽ പറഞ്ഞ സലഫു സ്വാലികളിലും ഇങ്ങനെ ഒരു സമ്പ്രദായമില്ല. അവരിൽ നിന്ന് ദീൻ ഏറ്റുപഠിച്ചിട്ടുള്ള അഇമ്മത്തിലും നമുക്ക് ഇങ്ങനെ ഒരു സമ്പ്രദായം കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഫാഖിയാനി പറയുന്നു, ബൽ ഹുവ ബിദ്അ, ഇത് സാക്ഷാൽ ബിദ്അത്താണ്, പുത്തൻ ആചാരമാണ്, വഴികേടിലേക്കുള്ളതാണ്. അതാണ് അടിസ്ഥാനം. തീറ്റക്കൊതിയന്മാരായ ശാപ്പാട്ടുരാമന്മാർ ദീനിൽ കെട്ടിയുണ്ടാക്കിയതാണ്. അല്ലോ, ആരാ പറയുന്നത്? ഇമാം ഫാഖിയാനി കൊടുക്കുന്ന ഉദ്ധരണിയാണ്. നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാർക്ക് ഞാൻ ആക്ഷേപിക്കാൻ പറയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ നിലനിൽക്കണം. ഈ അന്ധവിശ്വാസം ഇവിടെ നിലനിന്നെങ്കിലേ വരുമാന മാർഗമുള്ളൂ. റബീഉൽ അവ്വൽ 1 മുതൽ റബീഉൽ ആഖിർ 10 വരെയുള്ള 40 ദിവസം, അതായത് റബീഉൽ അവ്വൽ 1 മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ തുടങ്ങി റബീഉൽ അവ്വൽ 30 കഴിഞ്ഞ് റബീഉൽ ആഖിർ 1 മുതൽ 10 വരെയുള്ള 40 ദിവസം, ജീലാനിയിൽ അവസാനിക്കുന്ന ദിവസം, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീലാനി ദിനത്തിൽ അവസാനിക്കുന്ന 40 ദിവസം അവരുടെ ബാലൻസ് ഷീറ്റ് ഒപ്പിക്കുന്ന കാലാണ്. കടം വീട്ടാനുള്ള മൂല്യർ ആ മാസത്തിലാണ് എല്ലാ വരുമാനം ഉണ്ടാക്കുക. കിണറിന് അൾമറ കെട്ടാനുള്ള മുസ്ലിയാർ ആ മാസത്തിലാണ് അൾമറ കെട്ടാൻ പൈസ ഉണ്ടാക്കുക. കുട്ടിയെ കെട്ടിക്കാനുള്ള മുസ്ലിയാക്കന്മാര് 2-3 പവനൊക്കെ മാസത്തിലാണ് ഉണ്ടാക്കുക. ഇത് വീടാന്തരം മൗലിദുകൾ ഗംഭീരമായി നടന്നെങ്കിലേ വരുമാനം നിലനിൽക്കുള്ളൂ. ഇത് തെളിവില്ലാത്തതാണ്, ഖുറാഫാത്താണ്, അന്ധവിശ്വാസമാണെന്ന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദുകൾ തുറന്നു പറയുമ്പോൾ അതെങ്ങാനും ആളുകൾ ഉൾക്കൊണ്ടാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇവർ ആരോപണങ്ങളായി ഉന്നയിക്കുന്നത്. എന്ത്? റസൂലില്ലാത്തവർ, ഹുബില്ലാത്തവർ, സ്വലാത്തില്ലാത്തവർ. ഇബ്ലീസ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട്. കാരണം ഇബ്ലീസിനാണ് റസൂലുള്ളാഹിന്റെ ജനനത്തിൽ അസ്വസ്ഥത. അതാണ് ഈ വഹാബികൾക്കും കാണുന്നത് എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ അതാണ്. അല്ലാതെ നമുക്ക് റസൂലുള്ളാഹിനെ സ്നേഹിക്കണ്ട നമ്മൾ പറയുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ട്, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സ്വഹാബത്ത് സൂക്ഷിച്ചിരുന്നു. പല സ്വഹാബികളും അത് ഇട്ട വെള്ളം കുടിച്ചിരുന്നു. അതിൽ ശിഫയുണ്ട്. അല്ലാഹു തആല തബറുക്കാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് അത് സ്വഹാബത്തിൽ ചില ഭാര്യമാര് സ്വഹാബ വനിതകൾക്ക് കൊടുത്തിരുന്നു, സുഗന്ധമായി അവർ ഉപയോഗിച്ചിരുന്നു സ്വഹാബികൾ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം രോഗത്തിന് ശിഫയാക്കിക്കൊണ്ട് ഇട്ട് കുടിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുപോലെ അവിടുന്ന് സലാം ചൊല്ലിയാൽ രാവിലെ കൈ തന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സുഗന്ധ പരിമളമായിരുന്നു കൈയെന്ന് സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഓരോന്നിനും ശറഫാക്കപ്പെട്ട പ്രത്യേകതകളുണ്ട്, സംശയമില്ല. അതൊക്കെ മുജാഹിദുകൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ യഥാർത്ഥത്തിൽ എതിർത്തത് എന്തിനാണ്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീര്, അവിടുത്തെ തുപ്പല്, അവിടുത്തെ മുടി, അവിടുത്തെ വിയർപ്പ്, അവിടുത്തെ വസ്ത്രം, അതൊക്കെ അല്ലാഹു തആല ആ റസൂലിൽ ഖാസാക്കിയ പ്രത്യേകതയാണ്. റസൂലിന് മാത്രമേ ആ പ്രത്യേകത ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പിന്നീട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജുബ്ബ കഴുകി കുടിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹുവിന്റെ തലമുടി അതിട്ട വെള്ളം കുടിച്ചിട്ടില്ല. അവിടുത്തെ തൊപ്പുനീര് അത് പുരട്ടിയിട്ടില്ല. ഇത് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആല നൽകിയ പ്രത്യേകത. അപ്പം മുക്കത്തെ മുഹമ്മദും മക്കത്തെ മുഹമ്മദും ഒന്നല്ല, അങ്ങനെ പറയാറില്ല. മലപ്പുറം ജില്ലയിലെ മുക്കത്തെ മുഹമ്മദും മദീനത്തെ മക്കത്തെ മുഹമ്മദും അല്ലെങ്കിൽ മക്കയിലുള്ള മുഹമ്മദും ഒന്നാണെന്ന് അവരുടെ വാദം അല്ല. സാധാരണ മനുഷ്യരല്ല മുഹമ്മദ് നബി, അസാധാരണത്വമുള്ള മനുഷ്യനാണ്.
അത് അംഗീകരിക്കണം. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്തെ ആദരിച്ചതും അവിടുത്തെ ആസാറുകളിൽ നിന്ന് സ്വഹാബത്ത് തബറുക്കെടുത്തതും എന്തിനാണ് നമ്മുടെ മൗലിയമാര് കൊണ്ടുവരുന്നത്? എന്തിനാ കൊണ്ടുവരുന്നത്? ഇവിടെ വ്യാജ സിദ്ധന്മാർ, വ്യാജ ഔലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ തട്ടിപ്പുകൾക്ക് പോഷകമേകാനാണ്. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വപ്നക്കഥ കാച്ചിക്കൊണ്ട് ബോംബെയിലുള്ള ഇക്ബാൽ മുഹമ്മദ് ജാലിയാവാല എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പുകാരന്റെ അരികിൽ നിന്ന് ഒരു വ്യാജ മുടി കൊണ്ടുവന്നിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് പറഞ്ഞ് 40 കോടിക്ക് മേലെ പിരിച്ച് മുസ്ലിം ഉമ്മത്തിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്ക് നേർപ്പാട് പറ്റൂല. സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്ക് അത് പറ്റൂല. സംഗതി എന്താണ്? സൗന്ദര്യമുള്ള ഒരു വീട്ടിൽ തന്നെ ഇപ്പോ ജ്യേഷ്ഠത്തി കുറച്ച് സൗന്ദര്യക്കുറവും അനുജത്തി സൗന്ദര്യം കൂടുതലുമാണ്. അപ്പൊ ജ്യേഷ്ഠത്തിക്ക് കല്യാണം വരില്ല, അനുജത്തിക്ക് കല്യാണം വരില്ല. അപ്പൊ ഒരു ബ്രോക്കർ പറഞ്ഞു കൊടുത്താണ്, എന്ത്, നിങ്ങൾ തൽക്കാലം പുതിയാപ്പിള ഞാൻ കൊണ്ടുവരാൻ നിങ്ങൾ സാറെ കാണിച്ചോളി, നിശ്ചയത്തിന് നിക്കാഹിന്റെ നമുക്ക് സൂറ ഇറക്കി വിടാം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സ്വഹാബത്ത് സൂക്ഷിച്ചതും അതിന്റെ ഹുബ്ബൊക്കെ എന്തിനായി പറയുന്നത്? മൂല്യമാര് ഇവരെ കയ്യിലുള്ള വ്യാജ മുടി ചെലവഴിക്കാനാ. അത് ഇവിടെ പറ്റൂല. അതിനെതിരെയാണ് മുജാഹിദികൾ ശക്തമായി രംഗത്ത് വന്നത്, അല്ലേ? സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലണം, 30 പ്രതിഫലമുണ്ട്, 10 പ്രതിഫലമുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ അത് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-ൽ ഒറ്റയായ രാവുകളിൽ മൈതാനത്തേക്ക് ആളുകളെ വിളിച്ചു വരുത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള ഒരു സംരംഭമായി മാറാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മൈതാനത്തേക്ക് ഒറ്റയായ രാവിലെ കൊണ്ടുപോയിട്ടില്ല. പള്ളിയിൽ ഇത്തികാഫിരിക്കേണ്ട ആളുകളെ മൈതാനത്തേക്ക് കൊണ്ടുപോവുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കെട്ടിയുണ്ടാക്കപ്പെട്ട നാരിയത്ത് സ്വലാത്ത്, അഗ്ലമു സ്വലാത്ത്, താജു സ്വലാത്ത്, അതുപോലെ തന്നെയുള്ള ഒരുപാട് സ്വലാത്തുകൾ എണ്ണം നിശ്ചയിച്ച് വണ്ണം നിശ്ചയിച്ച് പ്രതിഫലം വാഗ്ദാനം ചെയ്ത് നിർമ്മിക്കുന്നത്, അതിനെതിരെയാണ് നമ്മൾ പറഞ്ഞത്, അല്ലാതെ യഥാർത്ഥ സ്വലാത്തിനെയല്ല. ഇങ്ങനെ തുടങ്ങി അനവധി കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ പാമരായ മുസ്ലിം ഉമ്മത്തിനെ മുതുകത്ത് വെച്ച് കെട്ടി ചൂഷണം ചെയ്യുമ്പോൾ അതിനെ എതിർത്താൽ റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്തവർ ദീനിന്റെ വിരോധികൾ എന്ന് പറയുന്ന വിരോധാഭാസം ഈമാനുള്ള മുഅ്മിനുകളെ, സഹോദരികളെ, സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വരുമാന മാർഗമാണ്. അതുകൊണ്ടാണ് വീടുകളിലും പള്ളികളിലും ഇന്ന് തലയണക്ക് മുകളിൽ വെള്ള തുണി വിരിച്ച് ആദരവോടുകൂടി നിവർത്തി വെച്ചുകൊണ്ട് ചൊല്ലുന്ന മൗലിദ് കിതാബുകൾ അതേ നിങ്ങൾ പാരായണം ചെയ്യാവൂ എന്നിവര് പറഞ്ഞു കൊടുത്തത്, അല്ലേ? ഖുർആനിന്റെ ആയത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല, ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ് എന്നല്ലേ പണ്ട് എഴുതി വെച്ചത്. മാത്രമല്ല ഖുർആൻ എന്ന് പറഞ്ഞാൽ കൂട്ടരെ വലിയ ബഹറാണ്. മുനിമാര് പറഞ്ഞല്ലേ, ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ ബഹറാണ് കൂട്ടരെ. ആ ഖുർആനാകുന്ന വലിയ ബഹറിലേക്ക് നിങ്ങളെ ചെറിയ തോണിയുമായി നിങ്ങൾ ഇറങ്ങിയാൽ, നിങ്ങളുടെ ചെറിയ ബുദ്ധിയാകുന്ന തോണി, ആ ചെറിയ ബുദ്ധിയാകുന്ന തോണിയുമായി നിങ്ങൾ ആ തിരമാലയിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ അലമാലകളിൽപ്പെട്ട് തിരമാലകളിൽപ്പെട്ട് നിങ്ങൾ മുങ്ങി മരിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾ എന്താണോ ഉരുട്ടിത്തരുന്നത് അത് നിങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങുക. ഇങ്ങനെ ഇസ്ലാമിലുണ്ടോ തഖ്ലീദ്? കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം എന്ന പോലെ ഒരു മുസ്ലിയാരോ ഒരു മൗലവിയോ പറഞ്ഞാൽ മുസൽമാന് മതാണോ? അല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ച കാര്യങ്ങൾ അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കണം. ഖുർആൻ പറഞ്ഞത്, സുന്നത്ത് പറഞ്ഞത്, സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി അങ്ങനെ സ്വീകരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. അതിന് വിഭിന്നമായ രൂപത്തിൽ ഈ രൂപത്തിൽ പഠിപ്പിച്ചു. എന്ത്? നബിക്കുള്ള മൗലീദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, വെറുക്കും ഭാവവും ഒക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും കാക്കുവാനുതകുന്നതാ. എന്താ പറയുന്നത്? റസൂലുള്ളാഹിന്റെ പേരിലെ മൗലിദ് നിങ്ങൾ ചൊല്ലിക്കോ, എങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പട്ടിണി ഉണ്ടാവില്ല, നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, നിങ്ങളുടെ മുറാദുകൾ ഹാസിലായി കിട്ടോ, നിങ്ങൾക്ക് ഒരു രോഗവും വരൂല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. അള്ളാഹു പറയാണ്, ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥമുണ്ടല്ലോ, അത് മുഅ്മിനുകളായ ആളുകൾക്ക്, മുത്തഖീകളായ ആളുകൾക്ക് നേർമാർഗം കാണിക്കുന്ന ഗ്രന്ഥമാണ്, സംശയം തന്നെ ഇല്ല. അതുകൊണ്ട് വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ, ഈ ഖുർആൻ നാം നിങ്ങൾക്ക് വളരെ ലളിതമായ ശൈലിയിലാണ് ഇറക്കി തന്നിട്ടുള്ളത്. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കുന്നവരുണ്ടോ? അല്ലാഹു തആല ചോദിച്ചു, ചിന്തിക്കുന്നവരുണ്ടോ, ആലോചിക്കുന്നില്ലേ?
നമ്മളെ പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങൾ ആലോചിക്കല്ല, ഞങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെ പൗരോഹിത്യം ഇവിടെ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസങ്ങളെ ഈ സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കുവാൻ, പ്രമാണങ്ങളെ ജനങ്ങൾ കേൾക്കാതിരിക്കുവാനുള്ള അവസ്ഥയുണ്ടാക്കി. പക്ഷെ ആ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് പാമരായ ആളുകൾ ഖുർആൻ കേട്ടു, സുന്നത്ത് കേട്ടു, തൗഹീദിന്റെ സുന്നത്തിന്റെ രാജവീതിയിലേക്ക് അവർ കടന്നു വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരിമാരോട്, സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീടുകളിൽ ആദരവോടുകൂടി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ മൗലിദ് കിതാബ്, അതുപോലെ പള്ളികളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ മൗലിദ് കിതാബ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മദ്ഹല്ലേ എന്നാ ചോദ്യം. മദ്ഹല്ലേ എന്നാണ് ചോദ്യം. സത്യത്തിൽ മദ്ഹ് അതില് പ്രവാചകന്റെ മദ്ഹ് അതിലുണ്ട്. ഹദീസുകളിൽ വന്ന ഇസ്ലാമികമായ സ്വീകാര്യമായ സനദുകളിലൂടെ ലഭിക്കപ്പെട്ട ചരിത്രങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലത് മൗലിദിലുണ്ട്. പക്ഷേ അതിൽ 90% മൗലിദ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇല്ലാത്തത്, അല്ലാഹു തആല ശിർക്കാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് പ്രചരിപ്പിക്കുന്നത് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഒരു 10% ശരിയുണ്ടല്ലോ, എന്നാ നമുക്ക് ചെല്ലാൻ പറ്റൂല. കാരണം എന്താ? അത് ബിദ്അത്തായി മാറും. അതിൽ നല്ല തന്നെ ചെല്ലാൻ പറ്റുമോ? പറ്റൂല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജന്മദിനം ആഘോഷത്തിന്റെ ഭാഗമായി റബീഉൽ അവ്വൽ മാസത്തിൽ ചെല്ലിയിട്ടില്ല. അങ്ങനെ സമ്പ്രദായം പഠിപ്പിച്ചൊന്നിട്ടില്ല. റബീഉൽ അവ്വൽ ആഘോഷത്തിൽ അങ്ങനെ ഒരു സംഗതിയില്ല, ജന്മദിന ആഘോഷമില്ല. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ പ്രത്യേകമായി പുണ്യം പ്രതീക്ഷിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റൂല. സ്വഹാബത്ത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ഈ മൗലിദ് കിതാബുകളിലുള്ള അതിരുവിട്ട പ്രശംസകൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസമായി മാറും. കേട്ടോളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണ്? ലാ തുത്രൂനി കമാ അത്റത്തിൻ നസാറാ ഈസാ ഇബ്നു മറിയം. മറിയമിന്റെ പുത്രൻ ഈസാ നബിയെ ക്രിസ്ത്യാനികൾ അതിരുവിട്ട് പ്രശംസിച്ച പോലെ നിങ്ങൾ എന്നെ ഒരിക്കലും അതിരുവിട്ട് പ്രശംസിക്കരുത് കേട്ടോ. അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ്, നബിന്റെ പേര് വെക്കുമ്പോൾ സ്വലാത്തു അല്ലല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ട ഒന്നും അർത്ഥമല്ല, അതൊക്കെ ചെയ്യണം. പക്ഷെ ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചെന്താ? അവരുടെ അമ്പിയാക്കന്മാര് പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസത്തിൽ നിന്ന് അവർ തെന്നിപ്പോവുകയും ആ അമ്പിയാക്കന്മാരെ തന്നെ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൈവപുത്രന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അതിരുവിട്ട് പ്രശംസിച്ച് വഴിതെറ്റിപ്പോവുകയും ചെയ്തു. അല്ലെ? വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് തൗബയിലൂടെ ആ കാര്യം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചിരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ പറയുകയാണ് എന്ത്? നോക്കൂ നിങ്ങൾ, വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. 9-ാം അധ്യായം സൂറത്ത് തൗബ 30-ാമത്തെ ആയത്താണ്. ജൂതന്മാര് പറഞ്ഞു ഉസൈർ അല്ലാഹുവിന്റെ മോനാണ്, ക്രിസ്ത്യാനികൾ പറഞ്ഞു അല്ലാഹുവിന്റെ മോനാണ് ഈസ നബി എന്ന്. അല്ലാഹു പറയുന്നത് ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, അതവരെ വായ കൊണ്ട് പറയുന്ന കേവലം വാക്ക് മാത്രമാണ്. യുദാഹിഊന ഖൗലല്ലദീന കഫറൂ മിൻ ഖബൽ, നിഷേധിച്ചു പോയവരുടെ മുൻഗാമികളുടെ പാത മാത്രമാണ്. ബൈബിൾ യഥാർത്ഥ ബൈബിൾ പറഞ്ഞതല്ല, ഈസ നബി പഠിപ്പിച്ച വാദമല്ല, അല്ലാഹു പഠിപ്പിച്ചതല്ല അത്. അതുകൊണ്ട് തന്നെ ഖാത്തലഹുമുല്ലാഹ്, അല്ലാഹു തആല അവരെ ശപിച്ചിരിക്കുന്നു. ഫഅന്നാ യുഫകൂൻ, അവരെങ്ങനെയാണ് വഴിതെറ്റിപ്പോയത്? അല്ലാഹു ചോദിക്കാണ് ക്രിസ്ത്യാനികളോട്, എങ്ങനെയാണ് അവർ വഴിതെറ്റിപ്പോയത്? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസാ ഇബ്നു മറിയം. മറിയമിന്റെ പുത്രൻ ഈസ നബിയെ ക്രിസ്ത്യാനികൾ അതിർവിട്ട് പ്രശംസിച്ച് വഴിതെറ്റിയ പോലെ നിങ്ങൾ എന്നെ അതിർവിട്ട് പ്രശംസിച്ച് നിങ്ങൾ വഴിതെറ്റരുത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അന അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, വറസൂലുഹു, റസൂലുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയേണ്ടത് എന്താണ്? അല്ലാഹുവിന്റെ റസൂലും ദൂതനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ പറയാവൂ. ഇവിടെ നിൽക്കുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആകുന്നത്. ഇതിൽ നിന്ന് അതിർവിട്ടാലോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആവൂല, അത് നസാറാക്കളുടെ മാർഗമാവും. എന്നാൽ ഈ മാർഗത്തിലേക്ക് വഴിതെറ്റുന്നത് ആരാണ്? കേട്ടോളൂ, മൗലിദ് കിതാബ് പഠിപ്പിച്ചവരാണ്. പലപ്പോഴും ഇതിന്റെ അർത്ഥമൊന്നും സാധാരണക്കാരായ ആളുകൾ, മുഅ്മിനുകൾ, മുസ്ലിമീങ്ങൾ, സ്ത്രീകൾ ഒരിക്കലും തന്നെ മൂല്യന്മാരെ വായിലൂടെ കേൾക്കൂല. കാരണം എന്താ? അതവര് പറഞ്ഞു തരൂല. അത് പറഞ്ഞു തന്നാൽ അത് ഖുർആന് വിരുദ്ധമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസുകളിൽ വന്ന ഉപദേശത്തിനെതിരാണ്, ഇത് കുഫ്റൻ വിശ്വാസമാണ്, ശിർക്കൻ വിശ്വാസമാണെന്ന് ബോധ്യമാകും. എന്നാ സഹോദരങ്ങളെ, സഹോദരിമാരെ കേട്ടോളൂ, അബ്ദുക്കൽ മിസ്കീന യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു മന്നി യാ ബശീറു യാ നദീർ. അബ്ദുക്കൽ മിസ്കീന യർജു, അങ്ങയുടെ സാധുവായ അടിമ നബിയെ അങ്ങയിലേക്ക് വന്നിരിക്കുന്നു. ആരുടെ അടിമ? അങ്ങയുടെ സാധുവായ അടിമ. നമ്മൾ ആരടിമയാണ്? അള്ളാഹുവിന്റെ അടിമ. റസൂലുള്ള ആരടിമയാണ്? അള്ളാഹുവിന്റെ അടിമ. നിങ്ങൾ എന്നെ കുറിച്ച് അള്ളാഹുവിന്റെ അടിമയും ദൂതനും എന്നേ പറയാവൂ, അല്ലേ? അവിടെ നിന്ന നമ്മൾ പുത്തൻവാദികൾ. എന്നാൽ അതിരുവിട്ടവരോ
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നാണ്. ഇതിലേതാ ശരി? ഈ പിഴച്ച പിൽക്കാലത്തുണ്ടാക്കപ്പെട്ട മൗലിക കിതാബിലൂടെ പറഞ്ഞ ഈ ശിർക്കൻ വിശ്വാസം, കുഫ്രൻ വിശ്വാസം വേണമെന്നാണോ, അല്ല ഖുർആൻ പറഞ്ഞത് വേണമെന്നാണോ? ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആരെയും ആരും നിർബന്ധിക്കൂല. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഖുർആൻ പറഞ്ഞതാണ് പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗം. ഒന്ന് സത്യത്തിന്റെ മാർഗം, മറ്റൊന്ന് നന്ദികേടിന്റെ അഥവാ അധർമ്മത്തിന്റെ അസത്യത്തിന്റെ മാർഗം. ഏത് വേണമെന്ന് സ്വീകരിച്ചോളൂ. ഇനി മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വിശുദ്ധ ഖുർആനിലൂടെ അതാ സൂറത്തുൽ മുഅ്മിൻ 60-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുന്നു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അപ്പൊ ആരോടാ നമ്മൾ ദ്വാരിക്കേണ്ടത്? അല്ലാഹുവോട്. ആരാ അള്ളാഹിനോട് ദ്വാരക്കാത്തത്? നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹിനോടല്ലേ, നിസ്കാരത്തിൽ അള്ളാഹുവിനോടല്ലേ, ഹജ്ജിന് പോയ അള്ളാഹുവിനോടല്ലേ? ശരിയാണ്, അള്ളാഹിനോട് മാത്രമേ ദ്വാരക്കാൻ പാടുള്ളൂ. അത് പറ്റൂല, അവിടെ പ്രശ്നം. അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ. തൊട്ടു താഴെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അള്ളാഹു തആലക്ക് മാത്രമായി നൽകേണ്ട ഈ ഇബാദത്താകുന്ന ദുആയുണ്ടല്ലോ, ഇതാരെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ, ആരെങ്കിലും ആ മാർഗത്തിൽ കിബ്ർ നടിച്ചാൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പോകുന്നതാണ്. കണ്ടോ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹ്ക്ക് മാത്രമായി കൊടുക്കേണ്ട ദുആയിൽ അള്ളാഹുവിന്റെ പടപ്പുകളെ, അമ്പിയാക്കൾ, ഔലിയാക്കളെ, ശുഹദാക്കൾ, സ്വാലിഹികളെ ആര് പങ്കുവച്ചാലും ശിർക്കാണ്. സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പോകുന്നതാണ്. നിന്ദ്യമായി നരകത്തിൽ പോകും. പിന്നെ നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും സദഖകൾ ഒന്നും അള്ളാഹു കബൂലാക്കൂല. 39-ാം അധ്യായം സൂറത്ത് സുമർ 65-ാമത്തെ ആയത്ത് മറിച്ച് നോക്കിക്കൂടി. അള്ളാഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞതാ, ലയഹ്ബതന്ന അമലുക വല തകൂനന്ന മിനൽ ഖാസിരീൻ. നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും ശിർക്ക് ചെയ്താൽ. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇജ്തനിബു സബഅൽ മുബിഖാത്ത്, 7 വൻ പാപങ്ങളിൽ നിങ്ങൾ പാടെ വിട്ടു നിൽക്കണം. ഏതാത്? അശ്ശിർക്കു ബില്ലാഹ്, ഒന്ന് അള്ളാഹുവിൽ പങ്കുവെക്കുക. അള്ളാഹുവിന് മാത്രമായി നൽകേണ്ടത് അള്ളാഹിന്റെ പടപ്പുകൾക്ക് നൽകുക, അതാ ശിർക്ക്. അതാണ് ശിർക്ക്. അത് ചെയ്താൽ അള്ളാഹു പൊറുക്കൂല. സ്വർഗം അവന് ഹറാമാണ്, നരകം അവന്റെ മേൽ ശാശ്വതമാണ്. ആകാശത്തിന്റെ ചുവട്ടിൽ അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള പാപം അതാണ്. അള്ളാഹു പറഞ്ഞു, ആ പാപമാണ് പ്രിയപ്പെട്ട മുഅ്മിനീകളെ മൗലിദ് കിതാബിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലേ? എന്താ പഠിപ്പിക്കുന്നത്? യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദു ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. യാ സയ്യിദി, എന്റെ നേതാവായ നബിയേ, യാ സനദി, എന്റെ അവലംബമേ, ഖുദു ബിയദി, എന്റെ കൈ പിടിക്കണേ റസൂലേ, മാലി സിവാക വലാ അൽവി ഇലാ അഹദി, എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല, ഞാൻ മറ്റൊരാളിലേക്കും തിരിയുന്നുമില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് നേർക്ക് നേരെ ദുആ ചെയ്യാം. പല ആളുകളും പറയാറുള്ളത്, ഞങ്ങളൊക്കെ അള്ളാഹിനോടാ ദ്വാരക്കണത്, ഞങ്ങളൊന്നും അല്ലല്ലാത്തൊരു ദ്വാരക്കാരില്ല. എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ അക്ജാവ് കൊണ്ട്, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ബർക്കത്തുകൊണ്ട്, പടച്ചോനെ ഞങ്ങളെ രോഗം ശിഫിയാക്കണേ. സഹോദരങ്ങളെ, അങ്ങനെയും സമൂഹത്തിൽ ദുആ ചെയ്യുന്നവരുണ്ട്. അള്ളാഹിനോട് തന്നെയാണെങ്കിലും അത് ബിദ്അത്തായ ശിർക്കിലേക്ക് എത്തുന്ന ദുആയാണ്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഹക്ക് ജാഹ് ബർക്കത്തല്ല, മറിച്ച് നേർക്കുനേർ അല്ലാഹുവിന്റെ റസൂലിനോടാണ്. അൻത ഗഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബിഖാതി അൻത സത്താറുൽ മസാവി വമുഖീലുൽ അസറാതി. ആരോടാ? അൻത ഗഫാറുൽ ഖതായ, പാപങ്ങൾ അതിയായി പൊറുക്കുന്ന ഗഫാർ നബിയേ നിങ്ങളാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹയല്ലേ. അല്ലാഹ് ചോദിക്കുന്നു, മയ്യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ഖുർആനിലാ ചോദിക്കുന്നത്, പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹയല്ലാതെ മറ്റാരാണോ ഉള്ളത്? മൗലിദ് കിതാബുകാരൻ പറയുന്നു റസൂലുള്ളയാണ്. അതുപോലെ എന്റെ അബദ്ധങ്ങൾ മൂടി വെക്കുന്നത്, എന്റെ ദോഷങ്ങൾ പുറത്തു തരുന്നത്, എന്റെ കുറ്റങ്ങൾ മാപ്പാക്കുന്നത് നബിയേ നിങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എന്താ? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി എന്ന ഖോജ അവിടുത്തെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസിന് ഗ്രന്ഥത്തിൽ കൊടുത്തു. എന്ത്? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂ ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബത്തെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യൂ. പാപങ്ങൾ ചെയ്തവരെ അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ. പാപങ്ങൾ ചെയ്താൽ മാത്രമേ ഇസ്തിഗ്ഫാർ ഉള്ളൂ? അല്ല. വിനയപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു. പാപം ചെയ്യാത്ത റസൂല്, പാപസുരക്ഷിതനായ മാസൂമായ റസൂല്, അള്ളാഹുവിന്റെ
സൃഷ്ടികളിൽ അഷ്റഫുൽ ഖൽക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത റസൂലുള്ള പോലും 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും റബ്ബേ എനിക്ക് നീ അല്ലാതാരുമില്ല എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ. ശബ്ദം അടക്കി ഒതുക്കി വേണം നാരിതാ, ശബ്ദം കടുത്താൽ അതിനതപില്ലാത്തതാ. ശബ്ദം ഒതുക്കി ചോദ്യമായി സക്കരിയ, അതിനാൽ റബ്ബ് തുണച്ചതാണ് ഖഫിയ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആയെ പറഞ്ഞുകൊണ്ട്, സൂറത്ത് സുമറിലെ ദുആയെ പറഞ്ഞുകൊണ്ട്, അഥവാ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ പോലും പഠിപ്പിക്കുന്നത് എന്താ? എത്ര വലിയ തെറ്റുകൾ ചെയ്താലും തൗബ ചെയ്താൽ പുറത്തു തരുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹുലേക്ക് നീ ഖേദിച്ചു മടങ്ങിക്കോ. മൗലിദ് കിതാബുകാരൻ പറയുന്നതോ, ഇർതകബ്തു അനൽ ഖതാ ഗൈറ ഹസ്റിൻ വഹദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, തങ്ങളോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളാണ് നബിയെ ഞാൻ. അതുകൊണ്ട് പാപഭംഗിലമായ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഞാൻ അങ്ങയോടിതാ അന്യായം പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിനോടാണോ നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയേണ്ടത്? റസൂലിനോടാണോ നാം അന്യായം പറയേണ്ടത്? ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന് ഘടകവിരുദ്ധമല്ലേ മുഅ്മിനുകളെ? ഇത് ശിർക്കാവുന്ന വിശ്വാസമല്ലേ മുഅ്മിനുകളെ? ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാത്ത നിലപാടല്ലേ മുഅ്മിനുകളെ? നോക്കൂ നിങ്ങൾ 39-ാം അധ്യായം സൂറത്ത് സുമർ 53-ാമത്തെ ആയത്ത് വീട്ടിൽ ഖുർആനിലെ മറിച്ചു നോക്കിക്കോ. അല്ലാഹ് പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. സ്വന്തം നഫ്സിനോട് അങ്ങേറ്റം പാപം ചെയ്ത എന്റെ അടിമകളെ അല്ലാഹ് വിളിക്കുകയാണ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു അങ്ങേറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. പലപ്പോഴും പല മുസ്ലിങ്ങളും പറയുന്ന ഒരു ന്യായമുണ്ട്. അതെന്താ? നമ്മളൊക്കെ എത്ര തെറ്റ് ചെയ്യുന്നവരാണ്. കള്ളുകുടിച്ചവർ, വ്യഭിചരിച്ചവർ, സ്വത്ത് ഹറാമായ രൂപത്തിൽ കൈയടക്കിയവർ, അളവിലും തൂക്കത്തിൽ കൃത്രിമം കാണിച്ചവർ, നിസ്കാരം ഉപേക്ഷിച്ചവർ, നോമ്പ് ഉപേക്ഷിച്ചവർ, പല ഹറാമുകളും ചെയ്തവർ. ഇതൊക്കെ പാടെ ചെയ്തു കൂട്ടിയ എനിക്ക് അള്ളാഹിനോട് നേർക്ക് നേരം കണ്ടു ആയിരുന്നാല് അള്ളാഹ് പുറത്തു വരുമോ എന്നൊരു പേടി. ഈ പേടിയുള്ള മുസ്ലിമീങ്ങളെ ഉസ്താദന്മാര് ശരിക്ക് പിടിച്ചു. എന്ത്? അവര് പറഞ്ഞു, നിങ്ങൾ പാപം എന്റെ കൈ കൊണ്ട് അള്ളാഹിനോട് മാത്രം തേടിയിട്ട് ഒരു കാര്യമില്ല, പാപം പുറത്തു കിട്ടൂല. അതിനെന്താ ഉദാഹരണം? നമ്മുടെ നാട്ടിലുള്ള 2800 4000 ഒക്കെ KV വോൾട്ടേജ് ഉള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കാൻ പറ്റുമോ? നേരിട്ട് കറണ്ട് എടുത്താൽ ലൈറ്റ് കത്തും, ഒച്ചും തന്നെ പുകയല്ലേ വരിക കത്തിയിട്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിച്ച് ലൈൻ വലിച്ച് മീറ്റർ വെച്ച് പിന്നെ ഫ്യൂസ് സംവിധാനത്തിലൂടെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ലൈറ്റ് കത്തി. അപ്പോഴാ ലൈറ്റ് കത്തുക. ഇതുപോലെ അള്ളാഹുലേക്ക് നേർക്ക് നേരെ കൈ ഉയർത്തിയിട്ട് കാര്യം മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർ തൃപ്തിപ്പെട്ടവരാണ് അള്ളാഹു. അവരോട് നമ്മളെ കാര്യം പറയാം, അവർ അള്ളാഹുലേക്ക് അടുപ്പിക്കും. അതിന് ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണെന്ത്? അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജിയെ പോലെയാണ്. കോടതിയിൽ കയറി ഒരു വക്കീലില്ലാതെ നമ്മൾ നേർക്ക് നേരെ വാദിച്ചിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും? ഇല്ല, സമർത്ഥനായ ഒരു വക്കീലിനെ വെക്കണം. അതുപോലെ നമ്മൾ അള്ളാഹുലേക്ക് നേർക്ക് നേരെ അടുത്തിട്ട് കാര്യമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കാത്ത വിശ്വാസം. ഈ വാദം ആരുടെ വാദാന്നറിയോ? ഈ പാരമ്പര്യം ആരുടെ പാരമ്പര്യാന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ വരുമ്പോ അവിടുത്തെ മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞ പാരമ്പര്യമാണ്. ഞാൻ വെറുതെ പറയല്ല. വിശുദ്ധ ഖുർആൻ 12-ാം അധ്യായത്തിലെ 18-ാമത്തെ ആയത്ത് എന്താ? വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശഫാഉനാ ഇൻദല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കയിലുണ്ടായിരുന്ന അബൂജഹലടങ്ങുന്ന ആളുകൾ ആരെയാ വിളിച്ചു തേടിയിരുന്നത്? അള്ളാന്റെ കൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ആരെ? അള്ളാന്റെ കൂട്ടുകാരനെന്ന് ഖുർആൻ പറഞ്ഞ നല്ല സൂപ്പർ വൺ പ്രവാചകനെ. പിന്നെയോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ. പിന്നെയോ കാബാലയത്തിൽ ഹജ്ജ് ചെയ്യാൻ വരുന്ന ആ പഴയകാലത്തെ ആളുകൾക്ക് സേവനം ചെയ്തിരുന്നു എന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞ ലാത്ത, മനാത്ത, ഹുബൽ, ഉസ്സ പോലെയുള്ള ആളുകൾ. പിന്നെ നൂഹ് നബിയുടെ കാലം മുതലേ ഖുർആൻ ഔലിയാക്കൾ എന്ന് പറഞ്ഞ വദ്, സുവാ, യഊഖ്, യഊസ്, നസ്ർ
ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അമ്പിയാക്കളെയും ഔലിയാക്കന്മാരുടെയും രൂപം കഅബാലയത്തിന്റെ ഉള്ളിൽ നാട്ടിവെച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ ഈ മഹാന്മാരോടും പ്രാർത്ഥിക്കും. അള്ളാഹ്ക്ക് നേർച്ച കൊടുക്കുന്നതിന്റെ കൂടെ ഇവർക്ക് നേർച്ച കൊടുക്കും. അള്ളാഹിനോട് ഇസ്തിഹാസ ചെയ്യുന്ന കൂടെ ഇവരോട് ഇസ്തിഹാസ ചെയ്യും. അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്യുന്ന പോലെ ഇവരും വിളിച്ച് സത്യം ചെയ്യും. അങ്ങനെ അള്ളാഹുവിനെ നൽകേണ്ട ഇബാദത്തുകൾ ഓരോന്നും ഈ മഹാന്മാർക്കും ഇവർ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുകയാണ്. ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യാത്ത ഈ മഹാത്മാക്കളെ എന്തിനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ദുആ ഇരക്കുന്നവരോട്? അവർ പറയുന്ന മറുപടി എന്താണ്? ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. അവർ പറയും, ഇവരൊക്കെ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന ശുപാർശകന്മാരാണ് മുഹമ്മദേ. അല്ലാതെ ഇബ്രാഹിം നബി പടച്ചോനാണ് ഞങ്ങൾക്ക് വാദല്ല. ഇസ്മായിൽ നബിയാണ് ആകാശഭൂമികളെ പടക്കണേ നിയന്ത്രിക്കുന്നത് ഞങ്ങൾക്ക് വാദല്ല. ലാത്തമനാത്ത ഔലിയാക്കന്മാരാണ് ഞങ്ങൾക്ക് അന്നം തരുന്നത് നിങ്ങൾക്ക് വാദല്ല. മറിച്ച് ഓരോ കൗലിയാക്കളാണ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. ഇത് തന്നെയാണ് ഇന്നൊരു മഖബറയിൽ നിന്ന് ഒരു കെട്ടിയുയർത്തിയ ജാറത്തിൽ നിന്ന് ആ ജാറം മൂടി അവിടെയുള്ള മഹാനോട് സങ്കടം പറഞ്ഞ് തിരിച്ചു വരുന്ന ഒരു ഇത്താത്താനെ വിളിച്ചുങ്ങൾ ചോദിച്ചു നോക്കി, ഒരു ആജിയെ വിളിച്ചുങ്ങൾ ചോദിച്ചു നോക്കി, ഇക്കാക്ക എന്തിനാണ് നിങ്ങൾ ഈ മഹാനോട് പോയി അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവിടെ പോയി നിങ്ങൾ പറഞ്ഞത്? അത് ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്തല്ലല്ലോ. ഇസ്ലാം പഠിപ്പിച്ച ഒരു ഖബർ സിയാറത്തുണ്ട്. അതേതാ? നമ്മുടെ വാപ്പാന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠന്റെ സഹോദരന്റെ സഹോദരിമാരുടെ ഒക്കെ മറവ് ചെയ്യപ്പെട്ട ഖബർസ്ഥാൻ, മയ്യത്ത് മറയുന്ന ഖബർസ്ഥാൻ. അവിടെ പോണം. വെള്ളിയാഴ്ച മാത്രമല്ല, ഒഴിവുണ്ടാകുമ്പോഴൊക്കെ പോകണം. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, സലാം ചൊല്ലണം. എന്നിട്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. മരണചിന്തയുണ്ടാകാൻ, പരലോക ബോധമുണ്ടാകാൻ റസൂൽ പഠിപ്പിച്ച സുന്നത്താണ്. പക്ഷെ ഇത് അതിനല്ല. ഇത് കെട്ടിയുയർത്തപ്പെട്ട മഖബറകളിലേക്ക് പോണെന്തിനാ? സയ്യിദ് അലവി മമ്പറം തങ്ങളുടെ, അതുപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഒക്കെ കബറത്തിലേക്ക് പോണെന്തിനാ? അല്ലാഹുവേ സൈനുദ്ദീൻ മഖ്ദൂം പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കണേ, അല്ലാഹുവേ അദ്ദേഹം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ഒരുപാട് ത്യാഗം ചെയ്ത പണ്ഡിതനാണ്, അദ്ദേഹത്തിന് അമൽ നീ കബൂലാക്കണേ, അദ്ദേഹത്തെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ഇതിനു വേണ്ടിയാണോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നമ്മൾ എതിർക്കൂല. പക്ഷെ അതിനു വേണ്ടിയല്ല. അല്ല, മറിച്ച് അവിടെ പോകുന്ന എന്തിനാണ്? ആഗ്രഹം സഫലീകരിക്കാൻ, അല്ലെ? പോയ ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ, കുട്ടികളുടെ രോഗം മാറാൻ, സന്താനമുണ്ടാകാൻ, അങ്ങനെ സൗന്ദർജിച്ച് സായുജ്യമടയാൻ ക്ഷണിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക്, അല്ലെ? അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ പോകുന്നവരുടെ വാദം നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അവർ പറയും, എന്തിനാ മമ്പർത്തങ്ങളുടെ പോണത്? അപ്പൊ പറയും, മോനെ മോനെ മമ്പർത്തങ്ങൾ പഠിച്ചവനാണെന്ന് വിശ്വാസമൊന്നും നമുക്കില്ല. ഓരൊക്കെ വലിയ വലിയ ആളുകളാണ്. അള്ളാഹു തആല ഒരുപാട് ആദരിച്ച ബഹുമാനിച്ചവരാണ്. ഓർക്ക് അള്ളാഹു ഒരെ കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കാര്യം ഓരോട് പറഞ്ഞാൽ ഓൽ അള്ളാഹിനോട് പറയും. അങ്ങനെ നമുക്ക് അള്ളാഹു തആല നമുക്ക് കാര്യങ്ങൾ നേടിത്തരും. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തിലുള്ള അള്ളാഹു വ്യക്തമാക്കി, വല്ലദീന തഖദൂ മിൻ ദൂനി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിനെ കൂടാതെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവരുടെ ആളുകളുടെ വാദം എന്താണ്? ഞങ്ങൾ ഇവരോട് ദുആ ഇരക്കുന്നില്ല, ഞങ്ങൾ ഇവർക്ക് നേർച്ച കൊടുക്കുന്നില്ല, ഞങ്ങൾ ഇവരുടെ പേരിൽ മൃഗത്തെ അറുത്ത് നേർച്ചയാക്കുന്നില്ല, ഞങ്ങൾ ഇവരെ വിളിച്ച് സത്യം ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മീഡിയേറ്റർമാരായിട്ടല്ലാതെ, മധ്യവർത്തികളായിട്ടല്ലാതെ. ആലോചിക്കുക, ഈ പാരമ്പര്യം എവിടെ പോയാ മുട്ടുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും മുമ്പ് കഴിഞ്ഞു പോയൊരു പ്രവാചകനെ വിളിച്ച് തേടിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് വഫാത്തായ റസൂലിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ തന്നെ വിളിച്ചു തേടിക്കോളൂ എന്ന് റസൂൽ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരു സത്യവിശ്വാസി പാലിക്കേണ്ട പ്രാർത്ഥന നിങ്ങൾ പരിശോധിച്ചോ? അത് ഈ സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകൾ എഴുതിയ പുസ്തകം തന്നെ വാങ്ങണമെന്നില്ല. ഏതെങ്കിലും സുന്നി സെന്ററിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, ഒരു മുസ്ലിമിന്റെ രക്ഷാകവചം എന്നൊക്കെ പറയുന്ന പേരിൽ പ്രാർത്ഥനകൾ ഉണ്ടാവും. നിങ്ങളത് ബുക്ക് വാങ്ങിക്കോളി, വാങ്ങിയിട്ടൊന്ന് പഠിക്ക് ഉമ്മമാരെ. അതിൽ ഏതെങ്കിലും ഒരു ദുആ അള്ളാഹുവിന്റെ റസൂല് ഒരു സത്യവിശ്വാസി പിന്നെ വിരിപ്പിൽ നിന്ന് കിടക്കപ്പായി എഴുന്നേൽക്കുന്നത് മുതൽ അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അവൻ പ്രവർത്തിക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ, കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് തല വെട്ടിൽ വെക്കുന്നത് വരെയുള്ള പ്രാർത്ഥന മുഴുവൻ റബ്ബനാ റബ്ബി അല്ലാഹുമ്മ എന്നല്ലാതെ റസൂലുള്ളാഹിയുടെ ഹക്ക് കൊണ്ടോ അല്ലെങ്കിൽ ബദരീങ്ങളെ കൊണ്ടോ അതുപോലെ തന്നെ ഉഹുദീങ്ങളെ കൊണ്ടോ ഒരു പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 20-ാമത്തെ ആയത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ഉറക്കെ വിളിച്ചു പറയാൻ ആവശ്യപ്പെട്ട സന്ദേശം എന്താ? ഖുൽ പറയൂ പ്രവാചകരെ, ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രികു ബി അഹദാ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അതിൽ ഞാൻ ഒരാളെയും പങ്കുവെക്കുകയില്ല. അള്ളാഹിനോട് മാത്രമേ ഞാൻ ദ്വാരക്കുള്ളൂ, ഒരാളെയും അതിൽ ഞാൻ പങ്കുവെക്കൂല എന്ന് പ്രഖ്യാപിക്കൂ റസൂലേ.
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ സഹോദരങ്ങളെ പിൽക്കാലത്ത് വിളിച്ച് തേടുകയാണ്, വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. യമൻ തമാദാവജിതരം തുബവതരി ഫർജുൽ കിറാം വലുദ്ബി മൻഹൽ ഹറാം വനൂറു അമൽ ബിലാദ്. തെറ്റുകുറ്റങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനെ കുറ്റം സമ്മതിച്ച് നീ റസൂലിലേക്ക് ഖേദിച്ചു വണങ്ങിക്കോ. റസൂലുള്ളാഹിന്റെ പ്രകാശം ലോകമാകെ പരന്നിട്ടുണ്ട്. യാ മുസ്തഫ യാ മുർത്തല യാ സനദി യാ സയ്യിദി യാ റസൂലി ഖുദ് ബിയദി. മുസ്തഫയായ റസൂലേ, മുർത്തലയായ റസൂലേ, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ കൈപിടിക്കണേ നബിയേ, എന്റെ ശുപാർശകരായ റസൂലേ. قد فقتم بالخلقاب حسن الخلق فنزيد المسكين قبل الحرق. അങ്ങേറ്റത്തെ ഔദാര്യവും കൃപയും കാണിച്ചുകൊണ്ട് റസൂലേ, ഞാനിതാ എന്റെ ഖേദത്തിന്റെയും അതുപോലെ തന്നെ നിരാശയുടെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ കൈപ്പത്തി റസൂലേ നിങ്ങളിലേക്ക് നീട്ടിയിരിക്കുന്നു. മാത്രമല്ല അങ്ങയുടെ ഉന്നതമായ സ്വഭാവം കൊണ്ട് സൃഷ്ടികളിൽ അങ്ങ് ഉയർന്നുയർന്നു പോയിരിക്കുന്നു നബിയേ. അതുകൊണ്ട് സാധുവായി ഞാനിതാ മുങ്ങിച്ചാകാൻ പോകാണ്, എന്നെ രക്ഷിക്കണേ റസൂലേ. നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും സഹോദരങ്ങളെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ ആവശ്യപ്പെടുന്ന വരികൾ നമുക്ക് വേണോ? ചിന്തിക്ക് നിങ്ങൾ. ഇതിലേക്ക് വേണ്ടി പായസമുണ്ടാക്കാനും അതിന്റെ പിരിവ് കൊടുത്തത് ഗംഭീരമാക്കാനും ഒക്കെ കാലെടുത്ത് വെക്കുന്നവർ ഒരു നേള ചിന്തിച്ചോളി. അവിടെ കൊടുക്കുന്ന മാലയും കമ്മലും വളയൊന്നും നമുക്ക് കിട്ടണില്ലല്ലോ, അവിടുത്തെ തക്ബീറും അതുപോലെ കയ്യടികളും പ്രശംസയൊക്കെ നമുക്ക് കിട്ടണില്ലല്ലോ എന്ന അസൂയ കൊണ്ടല്ല. ഏതായാലും നമുക്കില്ല, എന്നാ മൂല്യമാർക്കും വേണ്ട. അങ്ങനെ ചിന്തിച്ചിട്ടല്ല മുഅ്മിനുകളെ ഇത് പറയുന്നത്. നമുക്കതിൽ ഒരു തരിമ്പ് പണം വേണ്ട, നിങ്ങളോട് ഒരു ഇഞ്ച് പ്രതിഫലം ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. ഈ നെഞ്ച് പിളർത്തി ഇതിലുള്ള കരള് പുറത്തേക്കിട്ടെന്നാൽ ചെമ്പരത്തിപ്പൂ പോലെ ഒരു ചോരക്കളർ ഉണ്ടാകുന്നല്ലാതെ ഇതിലെ സ്നേഹത്തിന്റെ അളവ് നിങ്ങൾക്ക് അളക്കാൻ കഴിയൂല. പക്ഷെ നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ ദർബാറിൽ രണ്ട് കൈകളും കടിച്ചുകൊണ്ട് لن نتخذ فلانا خليلا لقد أضلني بعد إذ جاءني وكان الشيطان للإنسان خذولا. അക്രമികൾ പരലോകത്ത് വിരൽ കടിച്ചുകൊണ്ട് ആർത്ത് കരയും. അള്ളാഹുവിന്റെ റസൂലിന്റെ നല്ലൊരു മാർഗം ഞാൻ പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇന്നാലിന്നവരെ ഞാൻ പിൻപറ്റിയത് കൊണ്ടാണല്ലോ, ഈ ദുർമന്ത്രങ്ങൾ കേട്ടത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഒരു ദുരന്തം വന്നത് എന്ന് പരലോകത്ത് പറയുന്നൊരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥയിൽ ഖേദിക്കാതിരിക്കാനാണ് മുഅ്മിനുകളെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഹക്ക് ഈ രൂപത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരവസരം ഇവിടെ സംജാതമായതിൽ അൽഹംദുലില്ലാഹ് ഖൈർ തന്നെയാണ്. കാരണം ഞങ്ങളുടെ ബാധ്യതാ നിർവഹണമാണ്. ഒന്നാമതായി കാലും അല്ലാഹ് ചോദിക്കും, ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം പഠിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങളിത് പറഞ്ഞില്ല എന്നാണ്. അതുകൊണ്ട് ഇതിന്റെ സംഘാടകര്, ഇതിന്റെ പ്രവർത്തകര്, ഇതിന്റെ കൂട്ടായ്മയുള്ള ആളുകള്, ഈ സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, ഇൽമു കൊണ്ട് ഈ ദഅവാ സംരംഭത്തെ സഹായിക്കുന്നവര്, അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ചിന്തിക്കൂ നിങ്ങൾ. ഈ രൂപത്തിലുള്ള സംഗതിയാണ് നടക്കുന്നത് അല്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ എന്താണ് നമ്മോട് സൂറത്ത് റഅദിലൂടെ പറഞ്ഞത്, സൂറത്ത് ഫാത്തിറിലൂടെ പറഞ്ഞത്? അല്ലാഹു തആല പറയുന്നത് ആലിക്കുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. എങ്ങനെയുള്ളവൻ? നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിയുന്ന, ആകാശങ്ങളെ ഭൂമിയെ നിയന്ത്രിക്കുന്ന, അതിലെ സർവ്വചരാചരങ്ങളെ പടച്ചു പരിപാലിക്കുന്ന ആ രാജാതിരാജനായ അല്ലാഹു. ലഹുൽ മുൽക്കു, അവനാകുന്നു രാജാധികാരം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവനെ പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിക്കുന്നുവോ, മാ യംലികൂന മിൻ ഖത്മീർ, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാടയുടെ അത്ര പോലും ഉടമപ്പെടുത്തുന്നില്ല അവര്. ഈത്തപ്പഴം അതിങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലുണ്ടാവും ഒരു കുരു, അകത്തൊരു കുരുണ്ടാവും. ആ കുരുവിന്റെ മുകളിൽ നൈസായ ഒരു പാടുണ്ടാവും. അത്ര പോലും നിങ്ങളുടെ പ്രാർത്ഥന ഉടമപ്പെടുത്താത്തവരാണവർ. എന്ന് പറഞ്ഞാൽ 10 പൈസക്ക് വകല്ലാത്ത ഒരുത്തനോട് നീ 10 ലക്ഷം ഉറുപ്പ്യ കൊണ്ടാന്ന് പറഞ്ഞ പോലെ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അല്ലാഹ് പറയുന്നു, ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ച് ദുആ ചെയ്താൽ, നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ, ലാ യസ്മഊ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല.
വലൗ സബിയൂന് കേൾക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ വാദിച്ചാൽ മസ്തജാബൂലക അവർ നിങ്ങൾ ഉത്തരവും ചെയ്യൂല. ആ ദുആ കേൾക്കാനോ ദുആക്ക് ഉത്തരം ചെയ്യാനോ പ്രിയപ്പെട്ട മുഅ്മിനുകളെ മലക്കിന് സാധിക്കൂല, ജിന്നിന് സാധിക്കൂല, ശൈത്വാന് സാധിക്കൂല, ഔലിയാക്കന്മാർക്ക് സാധിക്കൂല, അമ്പിയാക്കന്മാർക്ക് സാധിക്കൂല, ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങൾക്ക് അമ്മമാർക്ക് ഒരാൾക്കും സാധിക്കൂല. ദുആക്ക് ഉത്തരം ചെയ്യാനും ദുആ കേൾക്കാനും അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ, അല്ലേ? അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. സ്വാലിഹീങ്ങളെ ഔലിയാക്കന്മാരെ വിളിച്ചു തേടിയവർക്കെതിരെ പരലോകത്ത് അവർ നിഷേധിക്കുന്നതാണ്. അല്ലാഹ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല റബ്ബേ, ഞങ്ങളെ വിളിച്ചു തേടാ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നോക്കി നിങ്ങൾ, വല്ലേ നിലത്തീന്നു എന്നെ വീളി ഫോർക്ക് ബൈകൂടാതു തീരോ ചെയ്യും ഞാൻ എന്നോവർ. എവിടെ വെച്ച് നിങ്ങൾ ഏതൊരവസ്ഥയിലും എന്നെ വിളിച്ച് തേടിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് സാക്ഷാൽ മൊഹിദ്ദീൻ ശൈഖ് പറഞ്ഞു എന്നല്ലേ? കോഴിക്കോട്ടത്തൂറ തന്നിൽ പീറന്തോവർ ഇതൊക്കെയോ നോക്കിയെടുത്തോവർ അവർ സ്വന്ന ബൈത്തിന്നു ബഹുജ കിതാബിന്നു അങ്ങനെ തക്മീല തന്നീനും കൊണ്ടോവർ. ബഹജത്തുൽ അസ്റാർ തക്മീല അവർ സ്വന്ന ബൈത്ത് പോലെയുള്ള ഈ കിതാബുകളിൽ നിന്ന് എഴുതി കൂട്ടിയതാണ് എത്ര മുഹീദ്ദീൻമാല. ഷെയ്ഖ് ജീലാനി എന്ന മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേരില് ഖാദി മുഹമ്മദ് ഉണ്ടാക്കിയ നുണയാണ്. ഷെയ്ഖ് ജീലാനി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെ വിളിച്ചു തേടിക്കോളൂ, ഏതവസ്ഥയിൽ തേടിയാലും നിങ്ങളുടെ തേട്ടം കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനാണ് ഞാനെന്ന് പറയില്ല. കാരണം അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹു തആലയുടെ കഴിവാണ്. അതൊരു പഴപ്പൊരിക്കലും പറയില്ല, ഒരു ഉഹ്റവിയായ വലിയ പറയില്ല മുഅ്മിനുകളെ. മറിച്ച് മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പഠിപ്പിച്ചതെന്താ? അത് ഖാലി മുഹമ്മദ് എഴുതിയ മുഹീദ്ദീൻമാല നോക്കിയാൽ കിട്ടൂല, സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന തമിഴ്നാട്ടുകാരൻ എഴുതിയ ഖുതുബിയത്ത് നോക്കിയാൽ കിട്ടൂല, അതുപോലെ തന്നെ ഇപ്പറഞ്ഞ ഗ്രന്ഥങ്ങളിലൊന്നും കിട്ടൂല. മറിച്ച് യഥാർത്ഥത്തിൽ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതപ്പെട്ട ഉന്നിയത്തു താലിബിൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, ഫുതൂൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, ഫതുഹുർ റബ്ബാൻ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ ചിലതുണ്ട്. അതിൽ ശൈഖ് ജീലാനി പറയുന്നത് എന്താണെന്ന് അറിയുമോ? കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണോ മുസ്ലിമേ നീ ലാ ഇലാഹ ഇല്ല പറയുന്നത്? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ശിർക്കൻ വിശ്വാസികളായ മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്. ആ ശിർക്കൻ വിശ്വാസം സ്വീകരിച്ച ഓരോരുത്തരോടും അദ്ദേഹം ചോദിക്കുകയാണ്, എങ്ങനെയാണ് മുസൽമാനെ നീ ലാ ഇലാഹ പറയുന്നത്? കാരണം ഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹാണുള്ളത്? എന്താ ഇലാഹ്? ഇലാഹ് എന്ന് പറഞ്ഞാൽ ലോകരക്ഷിതാവായ അള്ളാഹിനെ പോലെ കഴിവുള്ള ആളെന്നല്ല, അള്ളാഹുവിന് കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു വശം ഏതൊരു സെട്ടി കൊടുത്താലും ആ സെറ്റിയെ ഇലാഹാക്കി. അതുകൊണ്ടാണ് ഷെയ്ഖ് ജീലാനി മുസ്ലിമിനോട് ചോദിക്കുന്നത്. കാരണം മുസ്ലിങ്ങൾ ഇലാഹാക്കൂലല്ലോ, മുസ്ലിങ്ങൾ ഇലാഹാക്കോ? ആക്കോ? ഇവര് പറഞ്ഞ പ്രകാരം അള്ളാഹുവിനെ പോലെ തുല്യനാക്കോ? ഇല്ല, അവ തുല്യനാക്കണ്ട. അതുകൊണ്ടാണ് ഷെയ്ഖ് ജീലാനി ചോദിച്ചത്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണല്ലോ മുസ്ലിമേ ലാ ഇലാഹ ഇല്ല പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹു, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹാണുള്ളത്? കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സനമുക, അള്ളാഹുവിനെ കൂടാതെ നീ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ പോയി നിന്റെ വിഷമങ്ങൾ ഏറ്റുപറയുന്നുവോ, നീ എവിടേക്കൊക്കെ അവലംബമാകുന്നുവോ, ഫഹുവ സനമുക, അതൊക്കെ നിന്റെ ഹൃദയത്തിൽ നാട്ടിയ വിഗ്രഹമാണ് മോനെ. കണ്ടോ, ഹൃദയത്തിൽ നാട്ടിയ കല്ലാണെന്ന് ആരാ പറയുന്നത്? ഷെയ്ഖ് ജീലാനി എന്ന മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ, നമ്മളല്ല പറയുന്നത്. എന്നിട്ട് മഹാനായ ഷെയ്ഖ് ജീലാനി സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഉപദേശം കേട്ടോളൂ. അതുകൊണ്ട് തന്നെ ലായം ഫൗക തൗഹീദുൽ ലിസാനി മാ ശിർക്കുൽ ഖൽബ്, നിന്റെ ഹൃദയത്തിൽ നീ കൊടിയ ശിർക്ക് വെച്ചിട്ട് അഫ്ളു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇജ്അൽ ഖൽബക മസ്ജിദാ, അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളി പോലെ ശുദ്ധിയാക്കിക്കോ, പള്ളി പോലെ നീ നിന്റെ ഹൃദയത്തെ ക്ലീൻ ആക്കിക്കോ. എന്താ പള്ളിക്കുള്ള പ്രത്യേകത? കമാ ഖാല അല്ലാഹു തആല, അവന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ജീലാനി 72-ാം അധ്യായം സൂറത്ത് ജിന്നിലെ 18-ാമത്തെ ആയത്താണ് കൊടുക്കുന്നത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിശ്ചയം പള്ളികൾ അല്ലാഹുവിന്റെ ഭവനമാകുന്നു, ആ പള്ളിയിൽ നിങ്ങൾ അല്ലാഹുവോടൊപ്പം ഒരാ
ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, മറ്റൊരാളോട് നിങ്ങൾ തേടരുത് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നിന്റെ ഹൃദയം നീ ശുദ്ധിയാക്കിക്കോ എന്ന് പഠിപ്പിച്ച അതേ ശൈഖിനെ തന്നെയാണ് എത്രയോ പള്ളികളിൽ ഖുതുബിയത്തിലൂടെ തേടുന്നത്. നോക്കൂ, നിങ്ങൾ എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഔലിയാക്കന്മാരുടെ സുൽത്താനായ മുഹ്യിദ്ദീൻ ശൈഖ് നരകത്തിൽ രക്ഷപ്പെടുത്തുന്ന അല്ലാഹു അല്ലേ? അതുപോലെ അങ്ങ് സഞ്ചരിച്ച സിറാത്തുൽ മുസ്തഖീം ഞങ്ങളെ വഴിനടത്തണേ മുഹ്യിദ്ദീൻ ശൈഖ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഹിദായത്ത് അല്ലാഹുവോടല്ലേ ചോദിക്കേണ്ടത്? എന്നിട്ട് പറയുന്നു അല്ലാഹു അഅതാകഹു ഫഅൻത മാലികഹു. ഹിദായത്തിന്റെ അധികാരി അങ്ങല്ലേ, അങ്ങല്ലേ അതിന്റെ മാലിക്. നോക്കി നിങ്ങൾ, എത്ര ഗൗരവമേറിയ ശിർക്കാണ് ഈ ശൈഖ് ജീലാനിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്നത്. ഇതുപോലെ മഹാന്മാരായ ബദരീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അടർക്കളത്തിൽ സ്വന്തം ചോരയുടെ ഏറ്റുമുട്ടിയവരാണ്. എന്തിനു വേണ്ടി? ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അതുപോലെയുള്ള ഔലിയാക്കളെയും അള്ളാഹുവിന്റെ കൂടെ വിളിച്ചു തേടിയ ആളുകളോട് അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ തേടണം, അള്ളാഹ്ക്ക് മാത്രം നിങ്ങൾ വരമേൽപ്പിക്കണം ജീവിതത്തെ, അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മാത്രത്തിന്റെ വിഷയത്തിൽ തർക്കമുണ്ടായി അല്ലേ? അങ്ങനെ അതിനു വേണ്ടിയിട്ട് ചോരയോട് ഏറ്റുമുട്ടിക്കൊണ്ട് മഹാന്മാരായ ബദരീങ്ങൾ ഷഹീദായി. പക്ഷേ ആ ബദരീങ്ങൾ ഏതൊരു ആദർശ സംരക്ഷണത്തിന് വേണ്ടി വന്നോ ആ ആദർശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ ഏതൊരു ആദർശത്തിനെതിരെ പോരാടിയോ ആ ആദർശം ബദരീങ്ങളുടെ മുഖത്ത് വെച്ച് കെട്ടിയില്ലേ? വിഷമങ്ങൾ അതികഠിനമാകുമ്പോൾ, ജീവിതത്തിൽ നൈരാശ്യം വരുമ്പോൾ, സങ്കടങ്ങളിൽ അകപ്പെടുമ്പോൾ തൗഹീദിന്റെ ഉരുക്ക് കോട്ടകളായ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് തേടിക്കോ. നിങ്ങൾ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഷഹീദിന്റെ ബദറിൽ പങ്കെടുത്ത് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർന്ന മഹാന്മാരായ ബദരീങ്ങൾ അവർ ഔലിയാക്കളാണ്, അവർ അള്ളാഹുവിന്റെ ശുഹദാക്കന്മാരാണ്. അവർ മരണപ്പെട്ടവരെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ബർസഖി ലോകത്താണ് അവർ. സ്വർഗത്തിന്റെ ഉന്നതമായ പർദീസകളിൽ പച്ചപ്പറവകളുടെ മേടകളിൽ അവർ പാറി നടക്കുകയാണ്. ഇങ്ങോട്ട് വരാനോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാനോ വിളിച്ചാൽ ഉത്തരം ചെയ്യാനോ അവർക്ക് സാധിക്കൂല. അത് അവരുടെ പേരിൽ പ്രചരിപ്പിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസമാണ്. എത്രമാത്രം തെറ്റായ നിലപാടുകളാണ്. വഫാത്താകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, ലഅനത്തുല്ലാഹിൽ യഹൂദ വൻ നസാറാ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദാ. ജൂതക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. കാരണം അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി അല്ലേ? അവരുടെ പുണ്യപുരുഷന്മാരുടെ ഖബറുകൾ കെട്ടിയുയർത്തി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുജസ്സൽ ഖബറു വഅയ്യുഖഅദ അലൈഹി വഅയ്യുബന അലൈഹി. ഖബർ ഒരു ചായനപ്പുറം ഉയർത്താൻ പാടില്ല, അതുമ കുമ്മായിടാൻ പാടില്ല, ഖബറുമ ഇരിക്കാൻ പാടില്ല. ഖബറിന്റെ അരികിൽ നിലവിളക്ക് വെച്ചുകൊണ്ട് എണ്ണ അതിലൊഴിച്ച് നേർച്ചയാക്കാൻ പാടില്ല. ഉറുക്ക്, ഏലസ്, ഐക്കല്ല്, ഖബർ മുത്തൽ, മൂടൽ, മണക്കൽ, ഖബറാളിയോട് തേടൽ ഒന്നും പാടില്ല. ഇതൊക്കെ സാക്ഷാൽ അഹ്ലു സുന്നത്തിൽ നിന്ന് പിഴച്ച ആളുകൾ യഥാർത്ഥത്തിൽ ലോകാടിസ്ഥാനത്തെ പ്രചരിപ്പിക്കുന്നതാണ്. അത് മുസ്ലിങ്ങളായി നമ്മൾ സ്വീകരിക്കാൻ പാടുണ്ടോ? ഇല്ല, ഇല്ല. പക്ഷെ നമ്മുടെ നാടുകളിൽ നിന്ന് കാണുന്നത് എന്താണ്? സഹോദരങ്ങളെ, ഖബറുകൾ കെട്ടി ഉയർത്തിയിട്ട് അതിന്റെ പേരിൽ വർഷാവർഷം ഉറൂസ് കൊണ്ടാടുകയാണ്. ആനയും അമ്പാരിയും ചെണ്ടമേളങ്ങളും ശൃംഗാരിമേളങ്ങളും ഒക്കെ ഒരു ഭാഗത്ത്, അതില്ലാത്ത അന്നദാന ചടങ്ങുകളും മൗലിദ് പാരായണവും ദിക്ർ ഹൽക്കയും കൂട്ടസിയാറത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു കോലത്ത്. ഏത് കോലത്തിലായാലും ഇതെല്ലാം തനിച്ച അനാചാരമാണ്, ശിർക്കിലേക്ക് എത്തുന്ന കാര്യമാണ്, ശിർക്കൻ പ്രവർത്തനങ്ങളാണ്. വഫാത്താകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. അല്ലാഹുവേ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കല്ലേ നാഥാ. എന്റെ ഖബറിടം അതുപോലെ തന്നെ ഒരു നേർച്ചപ്പറമ്പാക്കല്ല റബ്ബേ. നമുക്കറിയാം, ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് മദീനയിലെത്തിയാൽ അല്ലേ, മസ്ജിദ് നബവിയിൽ പോയി നമസ്കാരം കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ തൊട്ടപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ആ ശറഫാക്കപ്പെട്ട ശരീരം മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ആനയുണ്ടോ പ്രിയപ്പെട്ടവരെ? വർഷാവർഷം ആളുകൾ കൂടി മോരും മുദ്രയും വെച്ച പോലെ ഹറാമായ വേഷം ധരിച്ചു തുള്ളലുണ്ടോ? വാർഷിക ആഘോഷം എന്ന് പറഞ്ഞ് സ്വലാത്ത് കച്ചവടമുണ്ടോ?
റമദാൻ മാസത്തിൽ ഒറ്റയായി രാവിൽ ആ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ചൂഷണം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടോ? ഉറുക്ക് ഏല സൈക്കിളിൽ കച്ചവടം ഉണ്ടോ? ചിന്തിക്ക് ബദരീങ്ങളുടെ പേരിൽ, ഉഹുദീങ്ങളുടെ പേരിൽ, സ്വലാത്തിന്റെ പേരിൽ കുറ്റികളുണ്ടോ? നേർച്ച കുറ്റി ഇല്ല. എന്തേ ഇല്ലാത്തത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അള്ളാഹുവിന്റെ ഖബറിടം ഒരിക്കലും ഒരു ഉറൂസിന്റെ കേന്ദ്രമാക്കല്ലേ എന്ന്. അല്ലേ? മഹാനായ ഇബ്നുൽ ഖയ്യൂം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നൂരിയ എന്ന കവിതയിൽ വ്യക്തമായി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആക്ക് ഹിജാബത്ത് കിട്ടിയതാണ്, ഉത്തരം കിട്ടിയതാണ്. അല്ലേ? ദആ ബി അല്ലാ യജ്അൽ ഖബറൻ നബി വസനൻ ലഹു സബബുൻ മിനൽ ഔസാനി فأجاب رب العالمين دعاءه فأحاطه بثلاثة الجدران. അള്ളാന്റെ ഹബീബ് അങ്ങ് ദുആ ചെയ്തല്ലോ, അള്ളാഹു എന്റെ ഖബറിടം ഒരിക്കലും തന്നെ ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കല്ല റബ്ബേ, ഒരു നേർച്ചപ്പറമ്പാക്കല്ല റബ്ബേ. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടില് മറവ് ചെയ്യപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖബറിടം പള്ളിയിലേക്ക് കൊണ്ടുവന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് മുഅ്മിനുകളെ അതതാ ആ പുറത്തേക്ക് വളച്ചു കെട്ടിക്കൊണ്ട് പുറത്താക്കുകയാണ്. രണ്ടാമത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണകാലത്തോ നമുക്കറിയാം അവിടെ ഏതാ ഒരു പഞ്ചകോൺ മതിൽ സ്ഥാപിക്കപ്പെടുകയാണ്. അങ്ങനെ 3 മതിലുകൾ കൊണ്ട് ജനദൃഷ്ടിയിൽ നിന്ന് അത് തടയപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവിടെ പോയി കൈയിട്ട് വലിക്കാനും മൂക്കിട്ട് മണക്കാനും വേവരാദികൾ പറഞ്ഞ് സ്ലിപ്പിടാനൊന്നും പറ്റൂല. പല ആളുകളും പറഞ്ഞ് കാര്യമായിട്ട് പോണത് അതിനാ, ഹജ്ജ് ചെയ്യാനല്ല. റസൂലുള്ളാഹിന്റെ ഹദറത്തൊന്ന് സന്ദർശിക്കണം, കുട്ടിയെ കെട്ടിക്കാത്തൊന്ന് പറയണം, എന്റെ പരാതികളൊക്കെ നബിനോടൊന്ന് പറയണം. എന്നിട്ട് നെക്കപ്പാടെ പറയാൻ നേരമില്ലാത്തോണ്ട് മൂലയില് പറഞ്ഞു കൊടുക്കുക, റൂമെന്ന് എഴുതി വെച്ചോളി, ഞാൻ അവിടെ സമയം കിട്ടൂല, എഴുതി വെച്ചോളി. എന്നിട്ട് എല്ലാം എഴുതി ചുരുട്ടാക്കിയിട്ട് ജിയാത്തിന്റെ സമയം ഒറ്റടൽ അങ്ങോട്ട്. അവിടുത്തെ സുഹൃത്ത കണ്ടാലുണ്ടല്ലോ മണ്ടക്ക് നല്ല കിട്ടും. ശിർക്ക് പോടുന്ന തള്ളിയാണ് വിടും. സഹോദരങ്ങളെ, ഇത്ര പവിത്രമാക്കപ്പെട്ട പ്രവാചകന്റെ ആ ദീനി ജീവിതം നമ്മുടെ മുമ്പിൽ വ്യക്തമായി ലഭിച്ചിട്ട് അത് സ്വീകരിക്കാതെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെടുന്ന അനാചാരങ്ങൾ, അത് ഹുബ്ബുർ റസൂലായി ചെയ്യുന്ന ഒരു ദുരന്തമാണ് നമ്മുടെ നാടുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്താ? മൻ അഹബ്ബനി സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആര് എന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നുവോ അവൻ എന്നെ സ്നേഹിച്ചവരാണ്, അങ്ങനെ എന്നെ സ്നേഹിച്ചവർ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യകൾ അത് നമ്മൾ പിൻപറ്റുക. അള്ളാഹിനോട് മാത്രം ദ്വാരുന്ന പോലെ നമ്മൾ ദ്വാരിക്കുക. രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ എങ്ങനെ ഭയപ്പെടണമെന്ന് റസൂൽ പഠിപ്പിച്ചു, അതുപോലെ നമ്മൾ ഭയപ്പെടുക. അള്ളാഹുവിന്റെ നാമങ്ങളാകുന്ന സിഫാത്തുകളും അസ്മാകളും എങ്ങനെയാണോ ഖുർആനും ഹദീസും പഠിപ്പിച്ചത് അങ്ങനെ നമ്മൾ വിശ്വസിക്കുക, പഠിക്കുക. 5 നേരത്തെ നമസ്കാരം റസൂൽ എങ്ങനെ കൽപ്പിച്ചോ അങ്ങനെ നമസ്കരിക്കുക. അതുപോലെ തന്നെ നോമ്പ് ചെയ്തതെങ്ങനെ, ഹജ്ജ് ചെയ്തതെങ്ങനെ, അതുപോലെ കുടുംബജീവിതം കൊണ്ടാടിയതെങ്ങനെ, അതുപോലെ ഹലാലായ രൂപത്തിൽ എങ്ങനെ കച്ചവടം ചെയ്യണം, ഹറാമിൽ എങ്ങനെ ഒഴിവാകണം, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത് മുഴുവനും സ്വീകരിക്കുക. അതാണ് ഹുബ്ബുർ റസൂൽ, അതാണ് ഹുബ്ബുർ റസൂൽ. ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലിൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയൂ പ്രവാചകരെ, അള്ളാഹുവിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, അള്ളാന്റെ ഇഷ്ടം നിങ്ങൾ കാംക്ഷിക്കുന്നുണ്ടോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരൂ. ആരെ? മുഹമ്മദ് നബിയെ പിന്തുടരൂ എന്ന് പറയൂ അവരോട്. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു അവരെ സ്നേഹിക്കും. അപ്പൊ അള്ളാന്റെ സ്നേഹം കിട്ടണമെങ്കിൽ അള്ളാഹു തആലയെ നാം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു എങ്കിൽ അള്ളാന്റെ റസൂലിനെ പിന്തുടരണം. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഈ ആളുകൾ കാട്ടിക്കൂട്ടുന്നത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജീവിതചര്യകളും നിർബന്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒന്നും ഇല്ല. അതൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി എപ്പോഴെങ്കിലും റമദാൻ വരുമ്പോ അല്ലെങ്കിൽ ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ചെയ്യുക, അതിൽ കൃത്യനിഷ്ഠതയില്ല. എന്നാൽ ഈ അന്ധവിശ്വാസങ്ങൾ കൊല്ലം വരുമ്പോൾ സജീവമായി പണം മുടക്കി ചെലവഴിച്ച് ഗംഭീരമായി 10 ദിവസം അതിലാണ് സന്നിഹിതനാവും. അത് മദീനാണ് ഇവർ പറയുന്നത്. അങ്ങനെ മദീനാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? എന്നെ പിടിച്ചവര് ഏതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവേരെന്നോവർ. ഷെയ്ഖ് ജീലാനിയെ പറ്റി പ്രചരിപ്പിക്കുന്ന മൊഹീദ്ദീന്മാരിൽ പറയുന്നത് ഷെയ്ഖ് ജീലാനിയുടെ ത്വരീഖത്തിൽ അംഗമായാൽ മതി, പിന്നെ ഒരു പേടിയും പേടിക്കണ്ടാണ്. ഇങ്ങനെ ഔലിയാക്കളുടെ പേരിൽ അമ്പിയാക്കന്മാരുടെ പേരിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ ചെയ്താൽ അവരുടെ തൃപ്തി കിട്ടും, പിന്നെ അവരുടെ കെയർ ഓഫിൽ സ്വർഗത്തിൽ പോകാം. എങ്ങനെ? ഉദാഹരണം വരെ മൂല്യമാര് പറഞ്ഞു കൊടുക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 3ാമത്തെ ദിവസം പുയ്യാപ്പിളയെ സൽക്കരിക്കുമ്പോൾ പുയ്യാപ്പിളയുടെ കൂടെ അമ്മോശന് ഏറ്റവും ദേഷ്യമുള്ള ഒരാള് സൽക്കാരത്തിന് വന്നാൽ
ഇറങ്ങി പോടാന്റെ വീട്ടിൽ നിന്ന് പറയോ? ഇല്ല. കാരണം എന്താ? അമ്മോശൻ പുതിയാപ്പിളയെ സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന തിരക്കിലാണ്. പ്രിയപ്പെട്ട അമ്മോശന് മരുമകനല്ലേ, അവന്റെ കൂടെ അവന് ഇഷ്ടമുള്ള ഒരാൾ വരുമ്പോ പിന്നെ എങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയാ? അതുപോലെ നിസ്കാരം നോമ്പും അതുപോലെ ജീവിത വിശുദ്ധി ഒന്നും കൃത്യമായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇവരൊക്കെ ആദരിച്ച് സ്നേഹിച്ച് നമ്മളങ്ങനെ ഓലപ്പണ്ട് കൂടിയാൽ മതി, നമുക്ക് ചുളിവിൽ അങ്ങോട്ട് എത്താന്ന. ഈ ചുളിവിൽ സ്വർഗത്തിൽ പോകാമെന്ന പദ്ധതി റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല, അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ല. ത്യാഗം നിറഞ്ഞ വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അജ്മഈൻ കുടുംബസമേതം ജീവിച്ച പോലെ നമ്മൾ ജീവിക്കന്നെ വേണം, അല്ലേ? ജീവിക്കുക തന്നെ വേണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ അറിയില്ലേ? പല യുവാക്കളും യഥാർത്ഥത്തിൽ നിന്ന് ഈ സത്യം മനസ്സിലാക്കിയിട്ടും ഈ രാജപാതയിലേക്ക് ഇറങ്ങാൻ മടിച്ചു നിൽക്കുകയാണ്. എങ്ങനെ ഞങ്ങൾ ഈ രംഗത്തിറങ്ങി പ്രഖ്യാപിക്കും? എങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരു വയൽ വെക്കും? ഞാൻ അവിടെ നാട്ടിൽ ഒറ്റക്കല്ലേ, അതുപോലെ തന്നെ എനിക്ക് 3 പെൺകുട്ടികളല്ലേ, അതുപോലെ എനിക്കൊരു ചെറിയ കച്ചവടമല്ലേ, എന്നെ കാണുമ്പോ സലാം ചെല്ലാതെ ആളുകൾ പിരിഞ്ഞു പോവില്ലേ, ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് തട്ടിക്കളിക്കില്ലേ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ബേജാറായി ഹക്ക് സംഗതി ഉണ്ട് ഇവിടെ, പക്ഷെ നമുക്കത് പ്രഖ്യാപിക്കാനും സ്വീകരിക്കാനും ഇപ്പൊ പറ്റൂല. സഹോദരങ്ങളെ, ഇത് പറയാൻ പാടില്ല. കാരണം എന്താണ്? ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, സ്വർഗത്തിന് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. നമുക്കറിയാം 33-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 133-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു പറഞ്ഞല്ലോ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹസ് സമാവാതി വൽ അർദി ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ തുതിപ്പെട്ടു വരൂ എന്ന് വിളിച്ചപ്പോൾ സ്വർഗത്തിന് വേണ്ടി ആ മക്കയിലുണ്ടായിരുന്ന പാരമ്പര്യ വിശ്വാസങ്ങളെ അറുത്തുമാറ്റിക്കൊണ്ട് മക്കയിലെ മുശ്രിക്കുകളും അവിടുത്തെ ഖുറൈശികളും ശക്തമായി പീഡിപ്പിച്ചപ്പോൾ പോലും സ്വർഗത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവരല്ലേ സ്വഹാബത്ത്. യാസ് റളിയല്ലാഹുവിന്റെ കുടുംബം നിങ്ങൾ കേട്ടിട്ടില്ലേ? അമ്മാർ റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന ബീവിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ട് നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് ചാട്ടുവാട് കൊണ്ട് മാംസം പിഴുതെടുത്തുകൊണ്ട് വിളിയടാലാത്തവല്ലുസ എന്ന് പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പ്രാർത്ഥനയ്ക്ക് ഇബാദത്തിന് അർഹനായി ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചവരാണ് അവര്. സുമയ്യ റളിയല്ലാഹു അൻഹാ എന്ന സ്വഹാബാ വനിതയെ അതാ ശത്രുക്കള് 2 കാലുകളും തൂണിലേക്ക് വലിച്ചു കെട്ടുകയാണ്. ഇരുമ്പിന്റെ പഴുപ്പിച്ച തീക്കനലിൽ വെച്ച് വേവിച്ച ഇരുമ്പിന്റെ കുന്തം യോനിയിലേക്ക് തുളച്ചു കയറ്റുകയാണ്. അസഖ്യമായ വേദന സഹിച്ചുകൊണ്ട് ഷഹീദാകുമ്പോ ലാത്തയെ വിളിച്ചില്ല, ഉസയെ വിളിച്ചില്ല, ആദർശം മാറ്റി പറഞ്ഞില്ല, പാരമ്പര്യം വിട്ടുകൊണ്ട് ഈ ഖുറാഫാത്തിലേക്ക് തന്നെ തിരിച്ചു പോരാമെന്ന് പറഞ്ഞില്ല. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, അതാണ് സ്വഹാബത്തിന്റെ ത്യാഗവും. മഹാനായ മിസ്അബ് ബിൻ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ? സുഖലോൽപതയുടെ പരദീസകളിൽ ജീവിച്ച രംഗമല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മക്കയിലുണ്ടായിരുന്ന പ്രഗത്ഭമായ ഒരു തറവാട്ടിലെ അംഗമാണ്. സൗന്ദര്യത്തിന്റെ നിറകുളമാണ് മിസ്അബ്. സ്ത്രീകളുടെ മദീനയിലെ സ്ത്രീകളുടെ ഹരമായിരുന്നു മിസ്അബ്. മക്കയിലെ സ്ത്രീകളുടെ ഹരമായിരുന്നു മിസ്അബ്. രാവിലെ ഒരു വസ്ത്രമണിഞ്ഞാൽ ഉച്ചക്ക് മിസ്അബ് മാറ്റാതിരുന്നിട്ടില്ല. ഉച്ചക്കണിയുന്ന വസ്ത്രമുണ്ടല്ലോ, വൈകുന്നേരം അദ്ദേഹം മാറ്റാതിരുന്നിട്ടില്ല. അന്നത്തെ കാലത്ത് ഒരു ദിവസം 3 വസ്ത്രം തന്നെ അണിഞ്ഞിരുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ കൂടെ വന്ന് തൗഹീദ് കേട്ട് സുന്നത്ത് ഉൾക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതാ മിസ്അബിനെ കുടുംബങ്ങൾ ഉപരോധിക്കുകയാണ്, തടവറയിലിട്ടുകൊണ്ട് പട്ടിണിക്കിടുകയാണ്, ചാട്ടവാർ കൊണ്ട് അടിച്ചു മർദ്ദിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാലം മിസ്അബിനെ പീഡിപ്പിച്ചിട്ടും മിസ്അബിന്റെ ശരീരത്തിൽ പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും മിസ്അബിന്റെ ഹൃദയാന്തരങ്ങളിൽ ഉള്ളിൽ വലിഞ്ഞു കയറിയ തൗഹീദിന് ഒരു ചുളിവും സംഭവിച്ചില്ല. അവസാനം അവര് വാതിൽ തുറന്നു കൊടുത്തു. പോകൂ മിസ്അബി, നീ തെരുവിലേക്ക്, ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു മകനില്ല, ഞങ്ങളുടെ സ്വത്തിൽ നീ അവകാശിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരിമ്പടത്തിന്റെ തുണിക്കഷ്ണം മാത്രം നൽകി മിസ്അബിനെ തെരുവിലേക്ക് വിട്ടപ്പോഴും അല്ലാഹുവേ, നിന്റെ ഇഷ്ടമാണ്, നിന്റെ പ്രീതിയാണ്, നിന്റെ പക്കലുള്ള ആ സ്വർഗത്താവളമാണ് എനിക്ക് വേണ്ടത്, ഇവരുടെ കയ്യടിയല്ല, ഇവരുടെ പ്രശംസയല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന മിസ്അബ്. സഹോദരങ്ങളെ, കഅബാലയത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ, അതുപോലെ സ്വഹാബത്ത് ഇരിക്കുമ്പോ അതാ മിസ്അബ് റളിയല്ലാഹു അൻഹു തന്റെ
ഔറത്ത് മറക്കാൻ ഈ തുണിക്കഷ്ണം കൊണ്ട് പാടുപെട്ട് ശരീരത്തിൽ നിന്ന് ചോര വാർന്നിങ്ങനെ വേച്ച് വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗം കണ്ടുകൊണ്ട് കരയുകയാണ്. അല്ലാഹുവേ, നിന്നെ മാത്രം വിളിച്ച് തേടണമെന്നോ നീയല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നോ, അതുപോലെ തന്നെ അല്ലാഹുവേ നിന്റെ മഹത്വം പ്രഖ്യാപിക്കണമെന്നോ അത് കൃത്യമായി മനസ്സിലാക്കി പ്രഖ്യാപിച്ചതിന്റെ പേരിലല്ലേ ഈ സുഖലോൽപതയുടെ പർദീസയിൽ കഴിഞ്ഞ മിസ്അബ് എന്ന ചെറുപ്പക്കാരന് ഈ ദുരന്തം വന്നത് എന്ന് പറഞ്ഞ് റസൂൽ തേങ്ങ കരഞ്ഞപ്പോൾ, ഇല്ല നബിയെ, എനിക്കൊരു പ്രശ്നവുമില്ല, അഭിമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞ മിസ്അബ് വഫാത്താവുന്ന സമയത്ത് ഒരൊറ്റ തുണി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ മറവ് ചെയ്യാൻ. 3 കഫൻ പുളവയില്ല. ഉള്ള തുണി തന്നെ കാല് മറച്ച തലമറച്ച കാല് പുറത്ത്. അവസാനം കാൽഭാഗത്ത് പുല്ല് വെച്ച് കെട്ടിക്കൊണ്ട് ഇഹലോകവാസം വെളിഞ്ഞ സ്വഹാബത്തിന്റെ സ്വാത്വികന്മാരുടെ ചരിത്രം അയവിറക്കുന്ന ഈ വാക്കുകളോട് എനിക്ക് പറയാനുള്ളത്, മടിച്ചു നിൽക്കണ്ട. മരണം ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ വരും. അല്ലേ? ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. നോക്കൂ നിങ്ങൾ, സിംഹാസനത്തിൽ ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. എത്രയെത്ര ആളുകളാണ്, പ്രമാണിമാരാണ്, ഭരണാധികാരികളാണ്, എന്തൊക്കെ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണത്തിന്റെ കയത്തിലകപ്പെട്ടുകൊണ്ട് അവർ ചുടലക്കളങ്ങളിലേക്ക്, സെമിത്തേരികളിലേക്ക്, ഖബർസ്ഥാനുകളിലേക്ക് യാത്ര തിരിച്ചില്ലേ? അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കും. മരണം ഏത് സമയത്തും വരും. അതുകൊണ്ട് മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം നമ്മോട് പറയുന്നത്, മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം നമ്മോട് പറയുന്നു, മനുഷ്യ, നിന്റെ ജീവിതത്തിലെ ഈ ജീവിതം എന്ന് പറയുന്നത് ആകത്തുക ചില സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ്. അതുകൊണ്ട് ഏത് സമയവും മരണം കടന്നു വരും. ആ മരണത്തിലേക്ക് വേണ്ടി നാം ജീവിതത്തെ സജ്ജമാക്കണം. കാരണം ഒരൊറ്റ ചാൻസേ ഉള്ളൂ ജീവിതത്തിൽ, തിരിച്ചു വരാൻ അവസരമില്ല. അതുകൊണ്ട് കേവലം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെയുള്ള ഖുറാഫാത്തുകളും ഒക്കെ തെറ്റാണ്, അതൊക്കെ ബിദ്അത്താണ് എന്ന് ബോധ്യപ്പെട്ട് മാറി നിന്നാൽ മാത്രം പോരാ. മറിച്ച് ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം. ഖുർആനിലേക്കും സുന്നത്തുകളേക്കും മുൻഗാമികളുടെ മാർഗമനുസരിച്ച് വരണമെന്ന് പറയുന്ന നമ്മുടെ മാർഗം പെർഫെക്റ്റ് ആകണം. നമ്മൾ മാതൃകയില്ലാത്ത കേവലം ചണ്ടിക്കൂമ്പാരങ്ങളായി മാറിയാലോ സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും നിർണായകമായ വിചാരണക്ക് നമ്മളായിരിക്കും യഥാർത്ഥത്തിൽ കരുക്കളാവുക എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയില്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പല ആളുകളും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദീനീ സംരംഭങ്ങളിലൊക്കെ സമ്പത്ത് കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും കണ്ണികളായി മാറും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഹുബ്ബുർ റസൂൽ കാണുന്നുണ്ടോ? സ്വന്തം ജീവിതത്തിൽ അതുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ഒരു കവി പറഞ്ഞില്ലേ, തഅസിർ റസൂല വ അൻത തുദ്ഹിറ ഹുബ്ബഹു ഹദാല അംരി ഫിൽ ഖിയാസ് ബദീഉ ലൗ കാന ഹുബ്ബുക സാദികൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ. തഅസിർ റസൂല, നീ അല്ലാഹുവിന്റെ റസൂലിന് എതിര് പ്രവർത്തിക്കുന്നു. റസൂൽ എന്ന് പറഞ്ഞതൊന്നും നിന്റെ ജീവിതത്തിലില്ല. അത് സൂക്ഷിക്കുവാനും അത് കൊണ്ട് നടക്കുവാൻ നിനക്ക് താല്പര്യമില്ല. നിനക്ക് ഇഷ്ടം നിന്റെ ഭാര്യയോടാണ്, നിന്റെ ജോലിയോടാണ്, നിന്റെ ദേഹേച്ഛയുടെ താല്പര്യങ്ങളോടാണ്. സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ ഒഴുക്കിലൊത്താണ് നിന്റെ ഒഴുക്ക്. എന്നിട്ടും നീ പറയുന്നു, ഞാൻ സുന്നത്തിന്റെ ആളാണ്, ഞാൻ സലഫിയാണ്, ഞാൻ മുത്തബി സുന്നയാണ് എന്ന് വെറുതെ പറയുകയാണ്. അതുകൊണ്ട് ഇത് വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് നിന്റെ സ്നേഹമുണ്ടല്ലോ, സ്വാദിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ നീ അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുമായിരുന്നു. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ. ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ചര്യ പിൻപറ്റുക എന്നുള്ളതാണ്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു എന്ത്? നിങ്ങളുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ താഴാൻ പാടില്ല. പേണ്ടാകട്ടെ അതുപോലെ തന്നെ തുണിയാകട്ടെ, അത് നെരിയാണിക്ക് താഴെ താഴാൻ പാടില്ല. നെരിയാണിക്ക് താഴെ വരുന്ന വസ്ത്രം അത് നരകത്തിലാണ്. മാത്രമല്ല ലാ യൻദുറുല്ലാഹു മൻ ജറ സൗബഹു ഖയലാ.
അഹങ്കാരത്തിന്റെ ചിഹ്നമായി വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ത്തിയവന് പരലോകത്ത് അല്ലാഹു നോക്കുന്നതല്ല. വലാ യുസക്കീം, അവനെ അല്ലാഹു സംസ്കരിക്കുകയില്ല. റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്. പക്ഷേ പല ആളുകളും അവരുടെ ഭൗതികമായ സ്ഥാനമാനങ്ങളും അവരുടേതായ ചില നിലനിൽപ്പുമൊക്കെ അതൊക്കെ വലിയ കാര്യമായി കണ്ടിട്ട് പല ആളുകളുടെ കൂടെയും എനിക്ക് കൂടേണ്ടതല്ലേ ഞാനിങ്ങനെ ഈ മുറിച്ച പാന്റുമായി നിര്യാണിക്ക് തൊട്ടുമുകളിലെടുത്ത തുണിയുമായി നിന്നാൽ അത് മോശമാണ്. അതുകൊണ്ട് തന്നെ അത് താഴ്ത്തിക്കളയാം. ദേഹച്ചയോട് യുദ്ധം ചെയ്തുകൊണ്ട് അത് ഉയർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ സുന്നത്തിനെ സ്നേഹിക്കുന്നവരല്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മ്യൂസിക് എന്ന് പറയുന്നത് ഹറാമാണല്ലോ, പിശാചിന്റെ ഉപകരണങ്ങളാണല്ലോ. ومن الناس من يشتري له الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വിനോദ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്ന ആളുകൾ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അറിയിക്കുകയാണ് അല്ലാഹു തആല. അത് മആസിഫാണെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. എത്ര ആളുകളുടെ മൊബൈലിലാണ് സംഗീതമുള്ളത്, എത്ര സഹോദരിമാരാണ് വീടുകളിൽ നിന്നും സീരിയലും സിനിമയും കണ്ട് മ്യൂസിക്കുകൾ ആസ്വദിക്കുന്നത്, എത്ര ആളുകളാണ് ഒരിക്കലും ഇസ്ലാമിന്റെ മൂല്യം പോലും ഇല്ലാത്ത ഒരുപാട് അശ്ലീലമായ പ്രേമകാവ്യങ്ങളോടെ ഈ രൂപത്തിലുള്ള സംഗീതങ്ങൾ മ്യൂസിക് ഉൾപ്പെടെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നമ്മുടെ കാതുകളിൽ അത് കിലുങ്ങാൻ പാടില്ല സഹോദരങ്ങളെ. അത് തനിച്ച തെറ്റാണ്. യഥാർത്ഥത്തിൽ സംഗീതം ആവർത്തിച്ച് കേൾക്കുന്നവർക്ക് നിഫാഖ് ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. മാത്രമല്ല, അന്ത്യനാളിന്റെ അടയാളമായിട്ട് ഒരു മാലയുടെ നൂല് പൊട്ടിയാൽ ആ മുത്തുമണികൾ വീഴുന്നത് പോലെ നിങ്ങൾക്ക് ശിക്ഷകൾ വരുമെന്ന് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? നർത്തകിമാരുടെ വർധനവ്, പലിശയുടെ വർധനവ്, അതുപോലെ സംഗീത ഉപകരണങ്ങൾ, ഇത് സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഹസ്ബം വമസ്കൻ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണ് ഇന്ന് പല ആളുകളുടെ വീടുകളിലുമുള്ളത്. പല സഹോദരങ്ങളുടെ വീടുകളിലേക്കും കയറി ചെന്നാൽ അവിടെ ഇസ്ലാമിന്റെ അന്തരീക്ഷങ്ങൾ തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഫോട്ടോകളുടെ പ്രദർശനങ്ങളാണ്, പ്രതിമകളും രൂപങ്ങളും ബൊമ്മകളും വെച്ചിരിക്കുകയാണ്. സഹോദരാ, റഹ്മത്തിന്റെ മലക്കുകൾ വീട്ടിലേക്ക് കയറുകയില്ലെന്ന് ഹദീസിലുള്ളതല്ലേ? നായ വളർത്തുന്ന വീട്ടില്, ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന വീട്ടില് ഒരിക്കലും തന്നെ റഹ്മത്തിന്റെ മലക്കുകൾ കയറൂല. അത് പിശാചിന്റെ താവളമായി മാറുമെന്ന് റസൂലുള്ളാഹ്. അവിടെ ഖുർആനോത്തില്ല, ഇസ്ലാമിക ചർച്ചകളില്ല, 24 മണിക്കൂറും ഇത്തരത്തിലുള്ള ഈ ഭൗതിക പ്രസരിപ്പുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ഷോക്കേസുകളില്, അതുപോലെ ചുമരുകളില് ഒക്കെയുള്ള ഫോട്ടോകൾ ഉൾപ്പെടുന്ന എല്ലാം നമ്മൾ എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിയണം സഹോദര. പത്രം എന്ന് പറയുന്ന വൃത്തികെട്ട ചവറ് വീട്ടിന്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല, പുറത്തേതിന് സ്ഥാനമുണ്ടാകാവൂ. വായിച്ചു കഴിഞ്ഞാൽ ചുരുട്ടിക്കുട്ടി പുറത്തവിടുക. ഇന്നത്തെ പത്രം നാളെ കാഷ്ടന്മാരുള്ളതാ. എന്നിട്ട് അതിങ്ങനെ പേർത്തും വായിച്ച് അത് കൂട്ടിപ്പിടിച്ച് അതിങ്ങനെ പെരന്റെ അവിടെയും പടി ഷോക്കേസിലും വെക്കരുത്. സെൽഫികളാണ് നാം. നമുക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ട്, അല്ലേ? അതുപോലെ തന്നെ പലിശക്ക് എത്രയെത്ര ഗൗരവമേറിയ താക്കീതുകളാണ് റസൂൽ നൽകിയത്. 70ഓളം ബാബുകളുണ്ട് പലിശക്ക്. ഐസർഹാദിൽ ഏറ്റവും ചെറുത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കലാണ്. പഞ്ചായത്തിൽ നിന്ന് കാർഷിക ലോൺ, കോഴി വാങ്ങിയിട്ട് അല്ലെങ്കിൽ കോഴി പരിചരിക്കാൻ ലോണ്, ഇങ്ങനെ തുടങ്ങി പല ലോണുകളും കൊടുക്കും. 5000 രൂപ, 10,000 രൂപക്ക്. ഇവന് കർഷകൻ പോലും അല്ല, എന്നാലും പോയി എന്ത് ചെയ്യും? പ്രസിഡന്റിനെ കണ്ട് മറ്റോളെ കണ്ടൊക്കെ ഒപ്പിട്ട് വരി നിൽക്കുക. എന്തിനാ? കിട്ടുകയാണെങ്കിൽ പോന്നോട്ടെ, ചെറിയ ശതമാനല്ലേ. ഇത്ര രൂപത്തിൽ നിർബന്ധിത സാഹചര്യത്തിൽ പലിശയിൽ അകപ്പെട്ടു പോയ സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് തൗബ ചെയ്യുക, പെട്ടെന്ന് അടച്ചു തീർത്തതിൽ മുക്തമാകുക. എന്നാൽ ഒരു ന്യായവും പറയാനില്ലാതെ കച്ചവടം കൊഴുപ്പിക്കാൻ, വീട് അത്യാവശ്യമുണ്ടായിട്ട് പിന്നെയും ജാടക്ക് വേണ്ടി അപ്പുറപ്പുറക്കൊന്ന് മോടി പിടിപ്പിക്കാൻ, വാഹനം സാധാരണ ഒരു 800 ഉണ്ട്, സാധാ ഒരു അൾട്ടോ ഉണ്ട്, അത് പോരാ, സ്വിഫ്റ്റ് ആക്കണം, മറ്റേ ആക്കണം എന്നല്ലോണ്. ഇങ്ങനെ സകലமான ഹറാമുകൾക്കും വേണ്ടി ഈ രൂപത്തിൽ പലിശയിൽ ബന്ധിതമാകുന്ന ആളുകളുണ്ടെങ്കിൽ മുക്തമായിക്കോളെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല, ഹലാലായ സന്താനങ്ങൾ ഉണ്ടാവൂല. പ്രശ്നമാണ്, ഗൗരവമാണ് വിഷയം. അതുപോലെ തന്നെ സ്വന്തം മകന്റെ വിവാഹത്തിന് ഇസ്ലാം നിർദ്ദേശിച്ചത് മഹർ കൊടുത്തുകൊണ്ട് പെണ്ണിനെ ഏറ്റെടുക്കലാണ്. അതിന് അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി ഹറാം എന്ന പന്നിമാംസത്തെക്കാൾ വൃത്തികെട്ട സമ്പത്ത്, വേശ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാൾ മോശപ്പെട്ട പൈസയാണ് സ്ത്രീധനത്തിലുള്ള വാങ്ങണ പൈസ. സംശയിക്കൊന്നും വേണ്ട, പച്ചയായ ഹറാമാണത്.
ഏത് അക്കൗണ്ടിലെ വരവ് വെക്കുക? സക്കാത്താണോ? അല്ല. സ്വതക്കേണോ? അല്ല. പിന്നെ പൊരുത്തപ്പെട്ട് കിട്ടിയതാണോ? അല്ല. കടമായി വാങ്ങിയതാണോ? അല്ല. യഥാർത്ഥത്തിൽ ഒരു പെണ്ണിന്റെ പിതാവിൽ നിന്ന് അധ്വാനിച്ച വേതനം ഊറ്റിക്കുടിക്കുന്ന പകൽ കൊള്ളക്കാരനാണ് അവൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിവാഹ സമ്പ്രദായം നമ്മുടെ വീട്ടിൽ നടക്കാൻ പാടില്ല. എത്രയോ സ്ത്രീകൾ കണ്ണീരിൽ കുതിർന്ന കത്തുകൾ സ്ത്രീധനരഹിത വിവാഹ ബ്യൂറോ എന്ന ബിസ്മി സെല്ലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? 3 ഭാര്യമാരുള്ളവരോട് 4ാമത്തെ ഭാര്യയായി നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുമോ? ഞങ്ങളുടെ മാതാപിതാക്കളുടെ മുഖം ഞങ്ങൾക്ക് എന്നും കാണാൻ കഴിയുന്നില്ല. സമൂഹത്തിൽ ഇറങ്ങി ഞങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ, പഠിക്കാൻ പോകാൻ കഴിയുന്നില്ല. കാമദാഹികളായ പല ആളുകളുടെയും കമന്റുകളും മോശപ്പെട്ട വാക്കുകളും ഞങ്ങൾ കേട്ട് സഹിക്കുകയാണ്. അള്ളാഹു തന്ന ഗർഭപാത്രത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ ഒരവസരം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് എത്ര പെൺകുട്ടികളാണ് ബിസ്മി എന്ന് പറയുന്ന സ്ത്രീധനരഹിത വിവാഹ ബ്യൂറോയിലേക്ക് കത്തയക്കുന്നത്. തറവാടിത്തത്തിന്റെ, സൗന്ദര്യത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ മേന്മ പറഞ്ഞ് ഈ ഹറാമിൽ മുങ്ങിക്കുളിച്ച രക്ഷിതാക്കളെ, പാരമ്പര്യ തറവാടികൾ എന്ന് പറയുന്നവരെ, ഉമ്മമാരെ നിങ്ങൾ മുക്തമാക്കണം ഈ കരാളഹസ്തത്തിൽ നിന്ന്. മക്കളെ കൊണ്ട് സ്ത്രീധനമില്ലാത്ത വിവാഹം കഴിപ്പിക്കണം. അങ്ങനെ തുടങ്ങി ഇസ്ലാമികമായ മൂല്യങ്ങൾ പാലിക്കണം. പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന നമ്മുടെ സഹോദരിമാരുടെ, ഭാര്യമാരുടെ, പെൺമക്കളുടെ അവസ്ഥ എന്താണ്? സൂറത്തു നൂറും സൂറത്ത് അഹ്സാബും വായിച്ച ഒരു മുസ്ലിമത്തായ പെണ്ണിന് തന്റെ ശരീരത്തിന് അംഗലാവണ്യങ്ങൾ പുറത്തു കാണിക്കുന്ന വസ്ത്രം ഉപയോഗിച്ച് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഖുർആൻ ക്ലാസ്സിന് വരുമ്പോ, മരിച്ചിടത്തേക്ക് പോകുമ്പോ ഇസ്ലാമിന്റെ വേഷം ധരിച്ച് മുഖമൊക്കെ പർദ്ദയൊക്കെ ധരിച്ച് പുറത്തിറങ്ങുന്നവർ കല്യാണ വീടുകളിലേക്കും ഷോപ്പിങ്ങുകളിലേക്കും അതുപോലെയുള്ള അധാർമിക സദസ്സുകളിലേക്കും പോകുമ്പോൾ ഇസ്ലാമിന്റെ ഒരു മൂല്യവും അവിടെ കാണുന്നില്ല. ടൈറ്റ് ഫിറ്റ് ചുരിദാറും ഓപ്പൺ ചുരിദാറുകളും ബോഡി ഷേപ്പ് പർദ്ദകളും ധരിച്ച് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മുടിക്കുറ്റി ഉയർത്തിക്കെട്ടി തിരികം പ്ലഗ് ചെയ്ത് സുഗന്ധം പൂശി ആഹാര ഭംഗിയോടുകൂടി പുറത്തിറങ്ങുന്ന സ്ത്രീ സമൂഹമേ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വാസന ലഭിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സിംഫാനും മിൻ അഹ്ലിൻ നാർ, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മമീലാത്തുൻ റഹൂസുൻ കാസ്നിബത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുലുൽ ജന്നത വലാ യജ്ദുന റീഹഹാ. സ്വർഗത്തിന്റെ വാസന ചാഞ്ചാടിയും ചെരിഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങൾക്ക് കിട്ടൂല. വസ്ത്രം ധരിച്ചിട്ടുള്ളൂ, പക്ഷെ നഗ്നരാണ്, കിട്ടൂല. കാലിൽ ധരിക്കുന്ന ഷോക്സ്, അതാണ് ഇപ്പൊ ദേഹത്തിടുന്നത്, ബനിയൻ, ജീൻസ് പാന്റ്, അല്ലേ? അങ്ങനെയുള്ള പൈശാചികമായ ആധുനിക ജൂത സമ്പ്രദായത്തെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മുസ്ലിം കുടുംബങ്ങളിൽ അംഗങ്ങളായാൽ സഹോദരന്മാരെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന നരകത്തിന്റെ വസ്ത്രമാണ്. 66-ാം അധ്യായം സൂറത്ത് തഹ്രീം 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വശരീരത്തെയും അതുപോലെ നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന് കാത്തുരക്ഷിക്കണം. അല്ലാഹു തആല ഒരുക്കി വെച്ച ഭയാനകരമായ നരകം അത് സഹിക്കാൻ കഴിയാത്ത കേന്ദ്രമാണ്. നാറു ജഹന്നമ അശദ്ദു ഹർറാ, അതിന്റെ തീന്റെ ചൂട് സഹിക്കാൻ നമുക്ക് കഴിയൂല. അതുകൊണ്ട് തന്നെ നീ ഭൗതികത്തിൽ ആണ്ട് പൂണ്ടൊരു മോഹിയോ, നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധ്യവുമില്ലയോ, കരയുന്നതാണേ നരകമിൽ ദുർമാർഗികൾ, ഒഴുകുന്നതാണേ തോട് പോൽ കണ്ണീരുകൾ. നോക്കൂ നിങ്ങൾ, തോട് പോലെയുള്ള വലിയ വലിയ ആ രൂപത്തിലുള്ള കണ്ണീരുകൾ ഒഴുകുന്ന നരകമാണത്. കരഞ്ഞു കരഞ്ഞ് വേദനയോടുകൂടി പടയും. കാരണം എന്താണ്? കുല്ലമാ നദിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. തോലുകൾ ഉരുകി താഴേക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും തോലുകൾ നൽകി അല്ലാഹു തആല ശിക്ഷിക്കും. അതുകൊണ്ട് ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുക എന്നതാണ് അടിസ്ഥാനം. അതിനുവേണ്ടി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, അവനിൽ മാത്രം വരമേൽപ്പിക്കണമെന്ന് പറഞ്ഞു, അവനെ രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞു, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കണമെന്ന് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച ആചാരങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞു. അവിടുന്ന് പഠിപ്പിക്കാത്തത് പിൽക്കാലത്ത് കടന്നുകൂടിയ ദുരാചാരങ്ങൾ, ബിദ്അത്തുകൾ വർജിക്കണമെന്ന് പറഞ്ഞു. ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ബാധ്യതയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ദഅവത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് പറ്റുമോ? ദഅവത്ത് അടിസ്ഥാനമാണ്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബ്ർ. ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓരോ സത്യവിശ്വാസിയിലും ബന്ധിതമാണെന്ത്? ദഅവത്ത്. പരസ്പരം ഹഖ് ഉപദേശിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കൈകൊണ്ട് തടയാൻ കഴിയുമ്പോൾ ഒരു തിന്മയെ കൈകൊണ്ട് തടയണം, നാവ് കൊണ്ട് തടയാൻ കഴിയുന്ന നാവ് കൊണ്ട് തടയണം. അപ്പൊ നമ്മള് ഇതുപോലെ പ്രഭാഷണം സംഘടിപ്പിക്കുമ്പോ അതിന്റെ പെർമിഷൻ എടുക്കാനും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള മെസ്സേജുകൾ കൊടുക്കാനും പോസ്റ്റർ ഒട്ടിക്കുവാനും അതുപോലെ തന്നെ അതിലേക്ക് ആളെ ക്ഷണിക്കുവാനും നമ്മൾ ശരീരം കൊണ്ട് ചെയ്യണം.
ഇൽമറിയുന്നവർ പ്രസംഗിച്ചുകൊണ്ട് ചെയ്യണം, സമ്പത്തുള്ളവർ അതിലേക്ക് സമ്പത്ത് കൊടുത്തുകൊണ്ട് ചെയ്യണം. ഓരോരുത്തരെ കൊണ്ട് കഴിയുന്ന റോളുകൾ ഓരോരുത്തർ നിർവഹിക്കണം. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇൽമ കൊണ്ടും ദഅവാ മേഖലയിൽ സജീവമായി നാം മുന്നോട്ട് പോകണം. പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാതൃകയുള്ളവരാകണം, വ്യക്തി വിശുദ്ധി പാലിക്കണം. അല്ലെ, സമൂഹത്തിൽ നമ്മൾ നേതൃത്വം കൊടുക്കുമ്പോൾ, മാതൃക കാണിക്കുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞ ഷർത്ത് പാലിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി മുന്നോട്ട് പോകണം. അതോടൊപ്പം ദഅവത്ത് മേഖലയിൽ നിന്ന് മാറി നിൽക്കുകയും അങ്ങനെ ദഅവത്തിന്റെ ആവശ്യമൊന്നുമില്ല, അതിനുവേണ്ടി സംഘടന ഒന്നും വേണ്ട എന്ന് പറയുന്ന പല ആളുകളും യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒറ്റപ്പെട്ട ശബ്ദങ്ങളുണ്ട്. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ യഥാർത്ഥത്തിൽ നമുക്കില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ജിന്നിനോട് വിളിച്ച് സഹായം തേടാം, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്ന് നമ്മുടെ ആദർശവരികൾ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? ഇതാ ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാന്ന് പറയാണ്. പക്ഷേ മൗലവിമാരെ നിങ്ങൾക്ക് എന്താ അർഹതയുള്ളത്? നിങ്ങൾ ഇഫ്രീത്തിനോട് ജിന്നിനോട് മലക്കിനോട് തേടുന്നില്ലേ? എവിടെ തേടുന്നു? ആരോപണമാണ്, കൊണ്ടുവരൂ തെളിവ്. ആവർത്തിച്ച് നമ്മൾ വെല്ലുവിളിച്ചു. ഇങ്ങനെയുള്ള ആദർശ വൈരികൾ ഇതിനു മുമ്പ് ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതുപോലെ തന്നെ ആ ശിർക്കാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ ശിർക്കാരോപണം ഇപ്പോൾ ക്ലച്ച് പിടിക്കാതെയായപ്പോൾ അവർ തന്നെ യഥാ സമൂഹത്തിൽ പറഞ്ഞു നടക്കുന്നു. എന്ത്? ഇപ്പോൾ ഇവർ ശിർക്കാരോപണന്മാർ മാത്രമല്ല, ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന വാദത്തിൽ മാത്രമല്ല, സംഘടന തന്നെ വേണ്ട, ദഅവത്ത് തന്നെ വേണ്ട എന്ന് പറയുന്നവരാണ്. അതും നുണയാണ്, അതും നുണപ്രചരണമാണ്. അങ്ങനെ ഒരു വാദമേ നമുക്കില്ല. ഈ മഹത്തായ ആദർശത്തിന് വേണ്ടി ഈ ഭൗതിക സംരംഭം നാം കൊണ്ടുപോകണം. ഇതില്ലാതെ ഈ കേരളത്തിൽ ദഅവത്ത് നടക്കൂല. അത് നിർബന്ധം തന്നെയാണ്. അത് പണ്ഡിതന്മാര് ജായിസാക്കി നമുക്ക് നൽകിയിട്ടുണ്ട്. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൃത്യമായ ഷർത്തുകളിലൂടെയാകണം. അത് മാത്രമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ആരോപണങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പുറത്തുള്ള ആളുകൾ പറഞ്ഞു നടന്ന് നമ്മുടെ മനസ്സുകൾ ഭിന്നിപ്പിക്കുകയും നമ്മൾ ഈ ദഅവത്ത് നിന്ന് മാറി നിന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ പിശാച് സന്തോഷിക്കുകയും തലസ്ഥാനങ്ങളിൽ ഖുറാഫാത്ത് ശക്തിപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നാം ഒരു മതിൽക്കെട്ട് പോലെ ഒരുമിക്കണം. നമ്മുടെ മനസ്സുകൾ ചിത്രതയുണ്ടാകാൻ പാടില്ല. ഒരിക്കലും തന്നെ നമ്മൾ അത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാകാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ നിന്ദത നമുക്ക് വരും, അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് വരും. നമ്മൾ അതിനെ പേടിക്കണം എന്ന് കൃത്യമായി പറയുകയാണ്. ആരെപ്പറ്റി എന്തൊക്കെ ആരോപണങ്ങൾ നമ്മുടെ നാടുകളിൽ പരക്കുമ്പോഴും അതിന്റെ സ്രോതസ്സുകൾ അന്വേഷിക്കുവാൻ, അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ, അങ്ങനെ വാദമുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഹക്ക് നമ്മൾ ബോധ്യപ്പെട്ടിട്ട് അങ്ങനെ നമ്മൾ ഉറച്ചു നിൽക്കാഞ്ഞാൽ നമ്മൾ വ്യതിചലിച്ചു പോകും. കച്ചുത്തത്തിന്റെ ഭാഗമായി മാറി അള്ളാഹുവിന്റെ പരലോകത്ത് നഷ്ടം പറ്റുന്നവരെ കൂടെ നമ്മൾ പെടും. അങ്ങനെ നമ്മൾ പോയാൽ യഥാർത്ഥത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയൂല. അതുകൊണ്ട് നമ്മുടെ അമലും നമ്മുടെ സമ്പത്തും നമ്മുടെ ഊർജവും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അള്ളാഹുവെ നീ അത് കബൂലാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും നേരായ വഴിയിലൂടെ തന്നെ ആകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനൊരു വാശി നമുക്കുണ്ടാവുകയും വേണം. അങ്ങനെ ആ രൂപത്തിൽ സഹോദരങ്ങളെ ഈ മഹത്തായ ആദർശ പ്രബോധന സംഘത്തിൽ അംഗങ്ങളായി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദഅവാ പ്രവർത്തനങ്ങൾ മുഴുവനും കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് അന്ധവിശ്വാസത്തിലും അധാർമിക പ്രവർത്തനങ്ങളിലും അതുപോലെ ശിർക്ക് ബിദ്അത്തുകളിലും അംഗമായി കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നാഥ ഖുർആനിന്റെ സുന്നത്തിന്റെ വെളിച്ചം നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സംസാരം ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കി തന്നെ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ച തമ്പുരാൻ റഹ്മാനും റഹീമായ നാഥ, ഞങ്ങൾ ന്യൂനപക്ഷമാണ്. ഒരുപാട് ആരോപണങ്ങളിൽ ഞങ്ങൾ ഇവിടെ ഇതാ കണ്ണികളായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇല്ലാത്തവർ, റസൂലില്ലാത്തവർ, ഔലിയാക്കളെ സ്നേഹിക്കാത്തവർ തുടങ്ങി പലതരത്തിലുള്ള ആരോപണങ്ങളും യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങി സമൂഹത്തിൽ വിഷമത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. നിന്റെ സന്നിധിയിലുള്ള പ്രതിഫലം ഞങ്ങൾക്ക് അർഹമായ രൂപത്തിൽ നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, നിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൃത്യമായി ഇവിടെ തുറന്നു പറയാനും അതിൽ കടന്നുകൂടിയ അനാചാരങ്ങളെ തുറന്നു കാണിക്കുവാനും ഈ വീടും ഇതിന്റെ പരിസരവും ഒരുക്കി തന്ന ആളുകൾക്ക് അള്ളാഹുവെ അർഹമായ പ്രതിഫലം നീ നൽകണേ തമ്പുരാനെ. റഹ്മാനും റഹീമായ നാഥ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്മേളനങ്ങളും അതുപോലെ ഞങ്ങളുടെ ഖബറ പ്രഭാഷണങ്ങളും എല്ലാം ജാടയല്ല, ആളെ കാണിക്കാനല്ല, നിന്റെ ദീൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സംരംഭങ്ങളാണ്. എല്ലാത്തിനെയും നീ വിജയിപ്പിച്ചറിഞ്ഞ തമ്പുരാനെ. അല്ലാഹുമ്മ അഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم اجرنا من النار واجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. أقول قولي هذا أستغفر الله لي ولكم واستغفر للمسلمين من كل ذنب إنه الغفور الرحيم. السلام عليكم ورحمة الله وبركاته.